ഡ്രസ്സ് കഴിഞ്ഞ Good evening, all. Good evening. Good evening, ma'am. Good evening, ma'am. Good evening. Good evening, ma'am. 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 Good evening. Good evening, Good evening, ma'am. ma'am. Good evening, ma'am. Good evening, ma'am. Good evening. Okay, so today is our first session. നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണല്ലേ? അതെ മാം. ഓറിയന്റേഷൻ ആക്ച്വലി ഓറിയന്റേഷൻ ഞാൻ തരേണ്ടതായിരുന്നു. അന്നൊരു ഹോസ്പിറ്റൽ ഇഷ്യൂ കാരണം എനിക്ക് തരാൻ പറ്റില്ല. ഗുഡ് ഈവനിങ് അനീഷ. Okay, fine. Good evening, Jinsi. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. I think Good evening, orientation. Good evening. Good evening, Vidya. Good evening, Anjali. Good evening. Good evening, madam. Good evening. Good evening, madam. Good evening. Good evening, ma'am. Good evening. Good evening, Shilpa. Good evening, Adira. Good evening, ma'am. Good evening. Good evening, Shanti. Good evening. Good evening, madam. Holy Spirit. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. സ്ക്രീനിൽ കാണുന്ന കുറേ പേരൊക്കെ നിങ്ങളുടെ വിചാരിക്കണം. കുറെ മെസ്സേജസ് ഗുഡ് ഈവനിങ് വരുന്ന എല്ലാവർക്കും ഒരുമിച്ച് ഗുഡ് ഈവനിങ്. ഓരോ പേര് പറയാൻ വയ്യ. ഗുഡ് ഈവനിങ്. അപ്പൊ ഓറിയന്റേഷൻ കിട്ടി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? Any doubts regarding the course, regarding like your placement, job assurance, അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? മനസ്സിലാവുന്നില്ല, ക്ലിയർ അല്ല. ഞാൻ പറയണതാണോ മനസ്സിലാവാത്തെ? കേൾക്കാൻ പറ്റുന്നില്ല, വിട്ടാ കേൾക്കാൻ പറ്റുന്നത്. വല്ല ഏതാണ്ട് ആരാണ്ടൊക്കെ ബ്രേക്ക് ആവുന്നുണ്ടോ? ആ, എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഒന്ന് ഓൺ ചെയ്ത് സംസാരിക്കുക. ചിലപ്പം നമ്മൾ പല സ്ഥലങ്ങളിൽ ഇരിക്കുന്നതുകൊണ്ട് ചിലപ്പം ആരാണെന്ന് അറിയില്ല. അപ്പൊ ആരെങ്കിലും ഒരാളെ അലൗ ചെയ്ത് ബാക്കിയുള്ളവരൊന്ന് മ്യൂട്ട് ചെയ്താൽ മതി. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? മാം ഞാനിപ്പോ സ്റ്റാർട്ട് കയറിയുള്ളൂ ക്ലാസ്സില്. അപ്പൊ നോട്ട് നമ്മളിപ്പോ ഇത് ഷോർട്ട് നോട്ട് നമ്മള് നോട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടോ? യെസ്,
ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞു തുടങ്ങിയില്ലായിരുന്നു. നിങ്ങൾക്ക് ഓറിയന്റേഷനിൽ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നോ? അങ്ങനെയൊന്നും പറഞ്ഞില്ലായിരുന്നു. ഓറിയന്റേഷൻ നോട്ട് വേണമെന്നൊന്നും സാറ് പറഞ്ഞിട്ടുണ്ടായില്ല. ഇൻട്രഡക്ഷൻ ആണ് തന്നത്. ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ എന്തായാലും ഒരു ഔട്ട്ലൈൻ തരാം നമ്മളുടെ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ്. ഇപ്പൊ എന്റെ വോയിസ് ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ക്ലിയർ ആണ്. മാം വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്, വിട്ടുവിട്ടാണ് കേൾക്കുന്നത്. പിന്നെ ഓറിയന്റേഷൻ ക്ലാസ്സിന് ഞാൻ പങ്കെടുത്തിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പം എല്ലാവർക്കും എന്റെ വോയിസ് ബ്രേക്ക് ആണോ? അല്ല ക്ലിയർ ആണ്. ഓക്കെ, മാം ഞാൻ ക്ലിയർ വിചാരിച്ചു ഓക്കെ ക്ലിയർ ആണ്. ഗുഡ് ഈവനിങ് മാം. അപ്പം യെസ്, ഗുഡ് ഈവനിങ് മാം എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വോയിസ് ക്ലിയർ ആയിരിക്കും. മാം എനിക്ക് യെസ്. പിന്നെ അതുമല്ല, നമ്മൾ ഓരോരുത്തർ ഇരിക്കുന്നിടത്തെ ക്ലിയർ നെറ്റ്വർക്കിന്റെ സ്ട്രെങ്ത് അനുസരിച്ചിരിക്കും. ഒട്ടും മനസ്സിലാവുന്നില്ല. എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഞാൻ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയാം. അതിനെ പറ്റിയുള്ള ഡൗട്ട്സ് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഞാനൊരു ടൈം തരാം. ആ ടൈമിൽ ഓരോരുത്തരായിട്ട് ചോദിക്കോ എങ്ങനെയെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. നിങ്ങൾക്ക് ഓറിയന്റേഷൻ കിട്ടി, ചിലർക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, നമ്മള് ഇത് കോഴ്സ് അറിയാലോ, മോണ്ടിസോറി ടീച്ചർ ആകാനുള്ള ഒരു കോഴ്സാണ്. നമുക്ക് ശരിക്കും ഇംഗ്ലീഷ് ആണ് മീഡിയം. പക്ഷെ സ്റ്റാർട്ടിങ്ങിലെ അങ്ങനെ നമ്മൾ തുടങ്ങുന്നില്ല. പക്ഷെ മാക്സിമം ട്രൈ ചെയ്യുക ഇംഗ്ലീഷിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ. നമുക്ക് എല്ലാം നോട്ട്സ് ആണെങ്കിലും എക്സാം ആണെങ്കിലും നിങ്ങളുടെ റെക്കോർഡ്സ് ആണെങ്കിലും എല്ലാം ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും. 5 റെക്കോർഡ്സ് സബ്മിറ്റ് ചെയ്യണം. എല്ലാരും കമ്പൽസറി ആയിട്ട് ആരോ പ്രസന്റ് ചെയ്യുന്നുണ്ടല്ലോ, അറിയാതെ പറ്റിയതായിരിക്കും. അമ്പിളി മാറ്റി. ഓക്കെ, ഇപ്പൊ ശ്രദ്ധിച്ചോളൂ. ഞാൻ പ്രസന്റ് ചെയ്തിരിക്കുന്നതിലേക്ക് തൽക്കാലം നോക്കണ്ട, ഞാൻ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. ആവശ്യം വരുമ്പോ ഷെയർ ചെയ്താൽ മതിയല്ലോ. ഓക്കെ, അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ സാധാരണ ഒരു ടീച്ചർ ആകുന്ന ജോബ് നിറയെ ഹാർഡ് വർക്കും കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ക്രിയേറ്റിവിറ്റി വേണ്ടുന്ന ഒരു ജോബാണ്. ക്രിയേറ്റിവിറ്റി വേണ്ടുന്ന ജോബിൽ ഒന്നാണ് ടീച്ചർ ജോബ്. അതില് മോണ്ടിസോറി ടീച്ചർ തന്നെ ഭയങ്കര ക്രിയേറ്റിവിറ്റി വേണം. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്ലാസ് 1 hour ആണെങ്കിലും ആദ്യത്തെ ഒരു 3 to 5 minutes പ്രെയർ സോങ് ആണ്. ആ പ്രെയർ സോങ് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ കോമൺലി സ്കൂളുകളിലോ കോളേജിലോ വീട്ടിലോ ഒക്കെ പറയുന്ന പ്രെയർ സോങ് അല്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രെയർ സോങ് ആയിരിക്കണം. ഞാൻ ക്രിയേറ്റ് ചെയ്ത 2 പ്രെയർ സോങ് ഞാൻ പ്രസന്റ് ചെയ്യാം. അത് കേൾക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും. നത്തിങ് റിലീജിയസ്. ആ പ്രെയർ സോങ്ങില് നമ്മൾ കൂടുതലും നമുക്ക് നമ്മുടെ എർത്ത്, നമ്മുടെ മദർ നേച്ചർ തന്ന ബ്ലെസ്സിങ്സിനെ ഓർത്തുകൊണ്ടുള്ള പ്രെയർ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങളുടെ ഐഡിയ മിനിമം 6 lines വേണം പ്രെയർ. ഇതെല്ലാരും കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ടതാണ്. നമ്മളുടെ ഒരു റെക്കോർഡ് ബുക്കിൽ ഇത് എഴുതേണ്ടതുമാണ്. നമ്മളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓരോരുത്തരായിട്ട്, ഇപ്പം ഈ ഒരു ആഴ്ച പറ്റില്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരാഴ്ച വേണമെങ്കിൽ ഞാൻ ചെയ്ത പ്രെയർ സോങ് പറയാം. അല്ലെങ്കിൽ ഇന്നിപ്പോ ഞാൻ ചെയ്ത പ്രെയർ സോങ് ഒരെണ്ണം പ്രസന്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഐഡിയ കിട്ടി, നാളെ പ്രിപ്പയർ ചെയ്ത് ആരെങ്കിലും വരുവാണെങ്കിൽ അവർക്കത് പ്രസന്റ് ചെയ്യാം. അങ്ങനെ ഓരോ ദിവസവും ഓരോരുത്തർ. നാളെ വരുമ്പോൾ ഒരാൾ പ്രസന്റ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ആൾക്ക് പറയാം നെക്സ്റ്റ് ഡേ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ പേര് നോട്ട് ചെയ്യും. കമ്പൽസറി ആയിട്ട് നമ്മുടെ പ്രെയർ സോങ്ങോടുകൂടി സ്റ്റാർട്ട് ചെയ്യും. നമ്മൾക്കറിയാം കുറെ സോഷ്യൽ ഇഷ്യൂസ് ഉണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്കറിയാം ഒരു ടീച്ചർ കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ ബ്ലാക്ക് ബോർഡിന്റെ അടുത്ത് പോയി നിന്ന് പഠിപ്പിക്കുന്ന ടീച്ചർ അല്ല നമ്മളിവിടെ. ടീച്ചർ അല്ല, ആക്ച്വലി ഫെസിലിറ്റേറ്റർ ആണ്. കുട്ടിയെ ഗൈഡ് ചെയ്യുന്നു. കുട്ടിക്ക് തോന്നരുത് നമ്മള് കൺട്രോൾ ചെയ്യുന്നു, പേടിപ്പിക്കുന്നു, അങ്ങനെയൊന്നും തോന്നരുത്. അങ്ങനെ ട്രഡീഷണൽ രീതിയിലുള്ള വടിയെടുത്തോ ചോക്ക് വെച്ചിട്ടോ ബോർഡ് വെച്ചിട്ടോ ഉള്ള പഠിപ്പിക്കലല്ല മോണ്ടിസോറിയിൽ വരുന്നത്. ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആണ്. അത് പഠിപ്പിക്കുന്ന കുട്ടികളിലും നമ്മൾ ഒരു പാരന്റ് ആണെങ്കിൽ ആസ് എ പാരന്റ് നമ്മളും അങ്ങനെ തന്നെ ഫോളോ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അതിന്റെ റിസൾട്ട് വളരെ വണ്ടർഫുൾ ആയിരിക്കും. വളരെ ഭംഗിയുള്ള ഒരു റിസൾട്ട് ആയിരിക്കും അതിന് കിട്ടുന്നത്. കുട്ടി വിചാരിക്കും കുട്ടിയെ കൺട്രോൾ ചെയ്യുന്നില്ല, ഭയങ്കര ഫ്രീഡം ആണ്. പക്ഷെ ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ കുട്ടിയെ അപ്രോച്ച് ചെയ്യുന്നത്. നമ്മൾ അത് ചെയ്യും ഇത് ചെയ്യുന്ന കുട്ടിയെ നിർബന്ധിക്കുന്നില്ല. കുട്ടി പോണ വഴിക്കായിരിക്കും എല്ലാം പഠിച്ചിട്ട് പോകുന്നത്. ആ രീതിയിലുള്ള ഒരു പഠന രീതിയാണ്
മോണ്ടിസോറി എന്ന് പറയുന്നത്. മോണ്ടിസോറി എന്നുള്ള പേര് എങ്ങനെ വന്നു എന്ന് അറിയാമോ? ഇതിന്റെ ഫൗണ്ടർ ഉണ്ട്. യെസ്, പറഞ്ഞു. മരിയ മോണ്ടിസോറി. യെസ്, മറിയ മോണ്ടിസോറി. മറിയ മോണ്ടിസോറിയുടെ എഡ്യൂക്കേഷൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടഫായിരുന്നു കേട്ടോ. ആദ്യം ഒരു ടെക്നിക്കൽ സ്കൂളിലായിരുന്നു. പിന്നെ ആ സമയത്ത് ലേഡീസ് കൂടുതൽ എഡ്യൂക്കേഷനിലേക്ക് മുമ്പോട്ട് വരാത്തൊരു കാലഘട്ടമായിരുന്നു. പക്ഷെ മറിയ മോണ്ടിസോറിക്ക് എന്തോ ഹെൽത്ത് ഡോക്ടർ ആവണമെന്ന് ആഗ്രഹം വന്നു. അങ്ങനെ മെഡിക്കൽ ഫീൽഡിലേക്ക് തിരിഞ്ഞു. അവിടെ പെൺകുട്ടിയായിട്ട് മറിയ മോണ്ടിസോറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി മുഴുവനും ആൺകുട്ടികളായിരുന്നു. അപ്പോൾ മെഡിക്കൽ കോളേജിൽ ആസ് എ ഡോക്ടർ ആവാൻ പഠിക്കുമ്പോൾ നമുക്കറിയാം കോപ്സ്, അതായത് ഡെഡ് ബോഡീസിനെ കുറെ കാര്യങ്ങൾ ഒരു അനാട്ടമി സെഷനിലൊക്കെ പഠിക്കുമല്ലോ. അപ്പൊ അവിടെ ഡെഡ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി നേക്ഡ് ആയിട്ടുള്ള ബോഡി ആയിരിക്കും. ഇത്രയും അന്നത്തെ കാലഘട്ടത്തിൽ 19th സെഞ്ചുറിയില് ഇത്രയും ആണുങ്ങളുടെ കൂടെ ഒരു പെൺകുട്ടി നേക്ഡ് ആയിട്ടുള്ള ഒരു ബോഡി ചെയ്യുമ്പോൾ ആ കുട്ടി എത്രത്തോളം ഒരു സ്ട്രെസ്സും സ്ട്രെയിനും അനുഭവിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. പക്ഷെ എന്നിട്ടും മറിയ മോണ്ടിസോറി പഠിച്ചു. അതിനുശേഷം അവര് പീഡിയാട്രിക്കും ചൈൽഡ് സൈക്കോളജിയിലേക്കും വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്തു. അവർക്ക് ആ ഒരു ഫീൽഡിൽ കുറെ കാര്യങ്ങൾ ചെയ്യണമെന്ന് താല്പര്യം തോന്നി. അവരെ ഈ ഒരു മെത്തേഡ്, ഈ ഒരു പഠന രീതി, വോയിസ് കട്ടാകുവാണോ ചിപ്പി പറയുന്നു? ഈ ഒരു പഠന രീതി അവര് അപ്ലൈ ചെയ്തത് ആദ്യം ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളിലായിരുന്നു. അതിൽ ഭയങ്കര റിസൾട്ടായി. അപ്പൊ പിന്നെ സാധാരണ കുട്ടികളിൽ അത് നല്ല റിസൾട്ട് വരുത്തുന്നു, അവർക്ക് നല്ല ബോധ്യം വന്നു. അങ്ങനെയാണ് ഇത് വന്നത്. അങ്ങനെ അവര് വേൾഡിലെ എല്ലാ കൺട്രിയിലൂടെയും ട്രാവൽ ചെയ്തു. ഇതൊരു മെസ്സേജ് ആയിട്ട് കൊടുത്തുകൊണ്ട് അങ്ങനെ പലയിടങ്ങളിലും ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്തു. ഈവൻ ഗാന്ധിജി ഉള്ള ടൈമിലാണ് ഇന്ത്യയിൽ വരുന്നത്. ഗാന്ധിജിയുമായിട്ട് അവര് കുറെ സമയം ഇതിനെപ്പറ്റി സംസാരിച്ചു. അങ്ങനെ ഗാന്ധിജിക്ക് അത് ഭയങ്കര ഇംപ്രസീവ് ആയി തോന്നി ആ ഒരു മെത്തേഡ്. അങ്ങനെ നമ്മളുടെ ഇന്ത്യയിലും, പക്ഷെ ഇത് പ്യുവർ മോണ്ടിസോറി സ്കൂളുകള് നമ്മുടെ ഇന്ത്യയിൽ വളരെ കുറവാണ്. പക്ഷെ ഇപ്പൊ ആയി വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ പാരന്റ്സ് നോക്കുമ്പോൾ കുട്ടിയൊന്നും പഠിക്കുന്നില്ല, അവിടെ എപ്പോഴും കളിയും അങ്ങനെയുള്ള ആ ഒരു രീതി, മെത്തേഡ് വേറെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഇന്ത്യയിൽ പ്യുവർ മോണ്ടിസോറി ഇല്ല. കുറെയൊക്കെ മിക്സ് ചെയ്തിട്ടാണ്, ജാപ്പനീസ് ടെക്നോളജിയും എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ചില സ്കൂളുകൾ കുറെ കൂടി ഒരു 95% മോണ്ടിസോറി മെത്തേഡ്സ് തന്നെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ലക്കിലി 1 year ഒരു മോണ്ടിസോറി സ്കൂളിൽ ഓൾമോസ്റ്റ് പ്യുവർ എന്ന് തന്നെ പറയാം, 95% പ്യുവർ മെത്തേഡ്സ് തന്നെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് മോണ്ടിസോറി സ്കൂളിൽ വർക്ക് ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പം അത് അവിടെ എല്ലാം അതിന്റെ ടൂൾസും എല്ലാം ഉണ്ടായിരുന്നു. അവിടുത്തെ മെത്തേഡ് അങ്ങനെയായിരുന്നു. കുട്ടികളെ ചെളിയില് കളിപ്പിക്കുക, അങ്ങനെയൊക്കെ കുറെ മെത്തേഡ്സ് ഉണ്ടായിരുന്നു. കുട്ടികൾ തന്നെ കുറെ കാര്യങ്ങൾ ചെയ്യും, എല്ലാം അവർ തന്നെ ചെയ്യുമായിരുന്നു. അവര് അരിത്തമെറ്റിക് ഫങ്ഷൻസ്, അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഒക്കെ ചെയ്യാനായിട്ട് അവിടെ ടൂൾസ് ഉണ്ടായിരുന്നു. അല്ലാതെ ബോർഡ് വെച്ചിട്ടുള്ള പഠിപ്പിക്കലൊന്നും ആയിരുന്നില്ല. പിന്നെ നമ്മൾ അവരെ കുക്കിംഗ് പഠിപ്പിക്കും, പിന്നെ ക്ലീനിങ് എല്ലാം അവർ തന്നെ ചെയ്യും. ഈവൻ ലഞ്ച് ടൈമിൽ എല്ലാം അവർ തന്നെയാണ് ചെയ്യുന്നത്. ഒന്നും നമ്മളുടെ ഒരു ഹെൽപ്പേ വേണ്ട. കൗണ്ടിങ് പഠിപ്പിക്കാനായിട്ട് ഞങ്ങൾ അവരെ നിറയെ മരങ്ങളുള്ള സ്ഥലമാണ്, മരത്തിൽ നിന്ന് വീഴുന്ന ഇലകൾ എടുത്തുകൊണ്ട് വന്ന് കൗണ്ട് ചെയ്യും. അങ്ങനെയാണ് അവരെ കൗണ്ടിങ് പഠിപ്പിച്ചു തുടങ്ങിയത്. അങ്ങനെ മെത്തേഡ്സ് എല്ലാം പ്യുവർലി മോണ്ടിസോറി തന്നെയായിരുന്നു. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ മെത്തേഡ് അനുസരിച്ച് നമ്മൾ 10 months കൊണ്ട്, നമുക്ക് 12 months ആണ് നമ്മുടെ കോഴ്സ്, 10 months കൊണ്ട് നമ്മുടെ തിയറി സെഷൻ കഴിയും. ആ 10 months തന്നെ പ്രാക്ടിക്കൽ ഏരിയ ഉണ്ട്. ഈ മോണ്ടിസോറി മെത്തേഡ്സിന്റെ ടൂൾസ് ഉപയോഗിച്ച് എങ്ങനെ പഠിപ്പിക്കാന്നുള്ളത്. പ്രാക്ടിക്കൽ അപ്പാരറ്റസ് ഉണ്ട്. അത് ഈ 10 monthsനുള്ളിൽ ഈ കോഴ്സ് കണ്ടന്റ് കംപ്ലീറ്റ് കഴിയും. 1 month നമ്മൾ നിങ്ങൾക്കൊരു ത്രൂ മെയിൽ ഒരു ലെറ്റർ തരുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൂളുകളിൽ പോയിട്ട് 1 month പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ അതിനുള്ള ഓതറൈസ് ചെയ്യുന്ന രീതിയിലുള്ള ലെറ്റർ പ്രൊവൈഡ് ചെയ്യും. പിന്നെ 4th സ്റ്റാൻഡേർഡ് വരെ CBSE സ്കൂളുകളിൽ നമുക്ക് പഠിപ്പിക്കാം. പിന്നെ പ്യുവർ മോണ്ടിസോറി സ്കൂൾ ആണെങ്കിൽ അതുപോലെ തന്നെ. പിന്നെ ഡേ കെയർ സെന്റർ, പ്രീ സ്കൂൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ ബാച്ചിൽ ഉണ്ടായിരുന്നവര് പലരും ഗൾഫ് കൺട്രീസിലും യൂറോപ്യൻ കൺട്രീസിലും പോയവരുണ്ട്. അവർക്ക് അവിടെ ജോബ് കിട്ടുകയും ചെയ്തു പെട്ടെന്ന് തന്നെ. നാട്ടിലുണ്ടായിരുന്ന പലരും CBSE സ്കൂളുകളിൽ 4ാം ക്ലാസ് വരെയും പഠിപ്പിക്കുന്ന രീതിയിൽ ജോബ് അവർക്ക് കിട്ടി. 4ാം ക്ലാസ് വരെ മാത്രമുള്ള ഒരു CBSE സ്കൂളിന്റെ പ്രിൻസിപ്പളും ആയിട്ടുണ്ട് എന്റെ ബാച്ചിലൊരു കുട്ടി. എനിക്ക് പിന്നെ വേറൊരു രീതി ആയിരുന്നു. മീൻസ് ഞാൻ
കുട്ടികൾ ചൈൽഡ് സൈക്കോളജിയും കൂടെ ചേർത്ത് കുട്ടികളുടെ ഇടയിൽ ഇന്റർവെൻഷൻ നടക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് മോണ്ടിസോറി പഠിച്ചത്. അതിനുശേഷം MSW കൗൺസിലിംഗ് ചെയ്തു. അതുകൊണ്ട് ഞാനിപ്പോൾ മെന്റൽ ഹെൽത്തിലാണ് വർക്ക് ചെയ്യുന്നത്. കുട്ടികൾ, അഡോളസന്റ്, യൂത്ത് ഗ്രൂപ്പുകൾക്ക് വേണ്ടുന്ന ചില ഇന്റർവെൻഷൻസ് നടത്തുന്നുണ്ട്. എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് ഈ മോണ്ടിസോറി. PG ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ചെയ്തത് അത് ചെയ്തിട്ട്. കാരണം എന്താന്ന് വെച്ചാൽ കുട്ടികളുടെ സൈക്കോളജി അവരുടെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മരിയ മോണ്ടിസോറിയെ പോലെ തന്നെ വേറൊരാള് ഉണ്ട്, ജീൻ പിയാഗറ്റ് എന്ന് പറയുന്നത്. കുട്ടികളിൽ ഉണ്ടാകുന്ന ഓരോ ഏജിലും ബർത്ത് തുടങ്ങിയിട്ട് അവരിൽ ഉണ്ടാകുന്ന ടീനേജ് വരെയും അവരിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റിനെ കുറിച്ച് നല്ല രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ചാപ്റ്ററിൽ അത് പഠിക്കാനുണ്ട്. നമ്മളുടെ അത് PDF എന്ന് പറയുന്നത് മാത്രം പഠിച്ചാൽ പോരാ, അത് നമുക്കൊരു റെഫറൻസ് ആണ്. നമ്മൾ ജോബ് റിലേറ്റഡ് കോഴ്സുകളോ അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകളോ ഒക്കെ പഠിക്കുമ്പോൾ ഒറ്റ ടെക്സ്റ്റ് മാത്രമല്ലല്ലോ നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മൾ ഇഷ്ടംപോലെ ആ സബ്ജക്ട് റിലേറ്റഡ് ടെക്സ്റ്റുകൾ നമ്മൾ റെഫർ ചെയ്യും അല്ലെ. അതിൽ നിന്നാണ് നമ്മൾ മാക്സിമം ഡേറ്റാസ് നമ്മൾ തന്നെ നോട്ട് ചെയ്ത് സൂക്ഷിക്കണം. അതാണ് ആരോ പറഞ്ഞ നോട്ട്സിന്റെ കാര്യം പറഞ്ഞില്ലേ. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നമ്മളുടെ PDF-ലല്ലാത്ത പല കാര്യങ്ങളും പറയും. അത് നിങ്ങൾ നോട്ട് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ അതിനൊരു നോട്ട് ഓരോ യൂണിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് നല്ലൊരു ഡേറ്റാബേസ് നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കണം. നോട്ട്സ് കംപ്ലീറ്റ് ആക്കണം. പിന്നെ ആക്ടിവിറ്റീസ്, പ്രെയർ സോങ്ങിന്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ നമുക്കൊരു തീം സോങ് ഉണ്ട്. നമ്മുടെ ക്ലാസ് എൻഡ് ചെയ്യേണ്ടത് തീം സോങ് ആണ്. അത് പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നില്ല, ഒരു 1 മന്തിന് ശേഷമേ ഉള്ളൂ. തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണ്ടിസോറി ടെക്നിക്, അത് തീമാണ്. നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് മോണ്ടിസോറി ടെക്നിക്, നിങ്ങളുടെ പഠന രീതി, മെത്തേഡ് ഓഫ് ലേണിംഗ്, അതും കൂടെ ചേർത്ത് വെച്ചിട്ട് വേണം തീം സോങ് എഴുതാനായിട്ട്. ഓക്കെ, അപ്പൊ പ്രെയർ സോങ് കമ്പൽസറി ആണ്. അത് ഫ്രം ദ നെക്സ്റ്റ് ഡേ, അടുത്ത ഡേ തുടങ്ങി കിട്ടിയാൽ വളരെ ഉപകാരം. തീം സോങ്ങിന് ഞാൻ 1 മന്ത് സമയം തരുന്നു. കാരണം എന്താണെന്ന് വെച്ചാല് ലേണിംഗ് മെത്തേഡ്സ് നിങ്ങൾ മനസ്സിലാക്കണം, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ രീതികളെ കുറിച്ച് മനസ്സിലാക്കുന്നു, നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചർ ഒക്കെ അതിൽ വരും, നിങ്ങളുടെ എന്താ പറയാ കൂടെ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ്, ഈ ഒരു വലിയ ഗ്രൂപ്പ്, അതിൽ ഓരോരുത്തരുടെയും പല അഭിപ്രായങ്ങൾ പല ക്ലാസ്സിൽ നിന്ന് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. ഞാൻ മാത്രമല്ല അവിടെ സംസാരിക്കുന്നത്, നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് ക്ലാസ് ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. സോ അങ്ങനെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ ഈ മെത്തേഡിനെ കുറിച്ച് കുറെ ഐഡിയ കിട്ടുന്നു. കുറച്ച് പോർഷൻസും കവർ ചെയ്യുമ്പോൾ മെത്തേഡിനെ കുറിച്ചൊരു ഐഡിയ കിട്ടുമ്പോൾ നിങ്ങൾ അതിനെ കുറിച്ചൊരു തീം സോങ് എഴുതുക. പിന്നെ നമ്മളിവിടെ സബ്ജക്ട് ഓറിയന്റഡ് സ്റ്റഡി അല്ല, തിമാറ്റിക് ലേണിംഗ് ആണ്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അറിയാം. തിമാറ്റിക് ലേണിംഗും സബ്ജക്ട് സ്റ്റഡിയും. ഞാൻ എക്സാമ്പിൾ പറയാം. നമ്മൾ സ്കൂളിൽ പഠിക്കുവാന്ന് വിചാരിച്ചു, നമുക്കൊരു essay കോമ്പറ്റീഷൻ. ടോപ്പിക് ഇതാണ്, വൃക്ഷങ്ങളെ സംരക്ഷിക്കണം. നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഈ ടോപ്പിക്കിന് മുമ്പ്, നമുക്ക് കോമ്പറ്റീഷന് മുമ്പ് ടോപ്പിക് തരും, പ്രിപ്പയർ ചെയ്യാൻ എത്ര സമയം തരുന്നു. നമ്മൾ എന്താ മാക്സിമം കിട്ടാവുന്ന സോഴ്സിൽ നിന്ന് എല്ലാ കണ്ടന്റും മനസ്സിലാക്കുന്നു. ഗൂഗിൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഗൂഗിൾ ചെയ്യുന്നു, ബുക്സ് ഉണ്ടെങ്കിൽ ബുക്സ് റെഫർ ചെയ്യുന്നു. അങ്ങനെ essayക്ക് വേണ്ടി നമ്മൾ പഠിച്ച് പ്രിപ്പയർ ആയി essay എഴുതി, നമുക്ക് പ്രൈസ് കിട്ടി. അതോടുകൂടെ അവിടെ കഴിയുമെന്ന് വിചാരിക്കുക. പക്ഷെ നമ്മൾ ചിന്തിക്കുവാണ്, ആ essay കോമ്പറ്റീഷൻ കഴിഞ്ഞ് പ്രൈസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞ് നമ്മൾ ചിന്തിക്കുക, വൃക്ഷങ്ങൾ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണല്ലോ. നമ്മൾ പിന്നെ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാണ്. മരങ്ങൾ നട്ടു വളർത്താനും മരങ്ങൾ നശിപ്പിക്കുന്നവർക്കെതിരെ നമ്മൾ സംസാരിക്കും. അങ്ങനെ ചെയ്യരുത്. നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് മെസ്സേജസ് കൊടുക്കും. മരങ്ങളെ സംരക്ഷിക്കേണ്ടതിനെ കുറിച്ച്, അതിന്റെ ബെനിഫിറ്റ്സ്, അതുമൂലം നമ്മളുടെ എന്താ പറയാ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, നമ്മളുടെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് അതിൽ ഇൻവോൾവ് ആയിട്ട് ചെയ്യുന്നു. അപ്പൊ എന്താ, അവിടെ നിങ്ങൾ തിമാറ്റിക് ലേണിംഗ് ആണ് ചെയ്തത്. നിങ്ങൾ അത് ലൈഫിൽ നിന്ന് സ്വന്തം ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങി, സൊസൈറ്റിയിലേക്ക് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. മറ്റേത് എന്തായിരുന്നു? സ്റ്റഡിങ് എന്തായിരുന്നു? ആ കോമ്പറ്റീഷൻ ജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ പഠിച്ച് എഴുതി വെച്ചു. നമ്മളിവിടെ സ്റ്റഡിങ് അല്ല, ലേണിംഗ് ആണ്, തിമാറ്റിക് ലേണിംഗ് ആണ്. നമ്മൾ എന്ത് പഠിക്കുന്നു അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നു, നമ്മുടെ സൊസൈറ്റിയിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ലൈഫ് ഒരു ട്രയാങ്കിൾ ആണ്. 3 സൈഡ്സ് ഉണ്ട്, 3 കോർണേഴ്സ് ഉണ്ട്. ഒരു കോർണറിൽ നിങ്ങൾ നിൽക്കുന്നു, ഒരു കോർണറിൽ നിങ്ങളുടെ ഫാമിലി, ഒരു കോർണറിൽ സൊസൈറ്റി. നിങ്ങൾ ഹാപ്പി ആയാൽ നിങ്ങളുടെ ഫാമിലി ഹാപ്പി ആവും. നിങ്ങളുടെ ഫാമിലി ഹാപ്പി ലൈഫാണ് ലീഡ് ചെയ്യുന്നതെങ്കിൽ സൊസൈറ്റിയിലേക്ക് അതിന്റെ
റിഫ്ലക്ഷൻസ് പോകുന്നു, സൊസൈറ്റി ഹാപ്പി ആകുന്നു. സോ തിമാറ്റിക് ലേണിംഗിന് എല്ലാവരും റെഡിയാണോ? ശരിയാണ് മാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നോട്ട്സ് എഴുതുന്നതിനെ കുറിച്ച്, പ്രയർ സോങ്ങിനെ കുറിച്ച്, തിമാറ്റിക് സോങ്ങിനെ കുറിച്ച്? എനി ഡൗട്ട്സ്? ഹലോ മാം, എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ആ, ബാക്കിയുള്ള ശില്പി ആരാ പറയണ? യെസ്. ഹലോ മാം, പറയൂ. ബാക്കിയുള്ളവരൊന്നും മ്യൂട്ട് ചെയ്തു കേട്ടോ. നമ്മള് പ്രെയർ സോങ് ക്രിയേറ്റ് ചെയ്യുന്നതും തീം സോങ് ക്രിയേറ്റ് ചെയ്യുന്നതും എല്ലാം ഇംഗ്ലീഷിലല്ലേ? യെസ്, അത് പറയാൻ വിട്ടുപോയി. താങ്ക് യു. എല്ലാം ഇംഗ്ലീഷിലായിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ചില ഇംഗ്ലീഷ് ആക്ടിവിറ്റീസ് ഇന്നേ ഞാൻ തരാം. ഞാൻ ഒരു പ്രെയർ സോങ് ഞാൻ എന്റെ ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ ആ റെക്കോർഡ് എടുത്ത് വെക്കാൻ പറഞ്ഞു. ഒന്ന് എടുത്തിട്ട് ഓടി വരാം കേട്ടോ. ഓക്കെ മാം. ഓക്കെ മാം. ഓക്കെ. ഹലോ മാം. ഇതുപോലുള്ള ഒരു റെക്കോർഡ് ബുക്കാണ് വാങ്ങേണ്ടത്. 5 എണ്ണം വാങ്ങണം. മാം ഒന്ന് ബാക്ക് ക്യാമറയിൽ കാണിക്കാൻ പറ്റുമോ? കാണാൻ പറ്റുന്നില്ല മാം. കാണാൻ പറ്റുന്നില്ല. ഒന്ന് കാണിക്കാമോ റെക്കോർഡ്? എത്ര പേജസിന്റെ മാം? അതായത് നമ്മുടെ സയൻസ് ഗ്രൂപ്പിലെ കുട്ടികള് കെമിസ്ട്രിക്ക്, ഫിസിക്സിനൊക്കെ റെക്കോർഡ് വാങ്ങില്ലേ? മനസ്സിലായി. ആ സെയിം റെക്കോർഡ് 60 രൂപ എന്തോ ആണ് ഇപ്പോ. ഞാനിത് 2017-18 ആ സമയത്താണ് കോഴ്സ് ചെയ്തത്. എത്ര വർഷമായി, ഒരു കുഴപ്പമില്ല. അതിന്റെ കവറിങ് പോലും പോയിട്ടില്ല. നമ്മൾ സാധാരണ നോട്ട്ബുക്കിലോ ലൂസ് പേപ്പറിലോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും അത് നാശമായി പോകും. പക്ഷെ ഇങ്ങനത്തെ റെക്കോർഡ് ബുക്ക് ആവുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. ഞാൻ ഡിഗ്രിക്ക് ചെയ്തതിന്റെ റെക്കോർഡ്, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് 2000-ലായിരുന്നു. അന്നത്തെ റെക്കോർഡും ഇരിക്കുന്നുണ്ട്. കാരണം ഇതുപോലത്തെ ആവുമ്പോൾ അത് അങ്ങനെ ഇരിക്കും. ഇത് നമ്മളുടെ ലൈഫ് ലോങ് നമ്മൾ സൂക്ഷിക്കാം. നിങ്ങൾ ഡൗട്ട് ഹലോ മാഡം, ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാമോ മാം? ചിലർക്ക് കാണുന്നുണ്ട്, ചിലർക്ക് കാണുന്നില്ല എന്ന് പറയാം. എന്നെ ഒന്ന് പിൻ ചെയ്താൽ മതി. കണ്ടോ? ഇത് സർട്ടിഫിക്കറ്റ് ഒന്നും നമുക്ക് വേണ്ട. അത് റെക്കോർഡിലെ എല്ലാ റെക്കോർഡിലും, കാരണം സയൻസ് ഗ്രൂപ്പിലെ കുട്ടികൾക്ക് അങ്ങനെ അവർക്ക് സർട്ടിഫൈ ചെയ്ത് കൊടുക്കണമല്ലോ. ഫോട്ടോ എടുത്ത് മാം, ഇങ്ങനത്തെ പറഞ്ഞത് എന്തോ ഇത് എത്ര പുറത്ത് നിൽക്കുന്നവർക്ക് ഈ റെക്കോർഡ് കിട്ടിയില്ലെങ്കിൽ എന്നാ ചെയ്യാൻ പറ്റും? നിങ്ങളൊന്ന് അന്വേഷിക്കുക. പേപ്പർ എന്താ ബുക്സ് ഒക്കെ കിട്ടുന്ന ഷോപ്പൊക്കെ ഇല്ലേ? കോളേജുകളുടെയോ സ്കൂളുകളുടെയോ അടുത്തുള്ളടത്ത് എന്തായാലും കാണും. കാരണം പിള്ളേർക്ക് റെക്കോർഡ് എന്തായാലും വേണമല്ലോ. പുറത്ത് നിൽക്കുന്നവർ അത് കിട്ടിയില്ലെങ്കിൽ എന്റെ അടുത്ത് എന്തോ ചോദിച്ചു. എത്ര എണ്ണം എന്നാണോ? 5 എണ്ണം. ഓക്കെ മാം, എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. പുറത്ത് നിൽക്കുന്നവർക്ക് ഈ റെക്കോർഡ് കിട്ടണമെന്നില്ലല്ലോ. പുറത്ത് നിൽക്കുന്നവർക്ക് അപ്പൊ അങ്ങനെയുള്ളവർ പുറത്താരാ? എന്റെ പുറത്തുനിന്ന് ഉദ്ദേശിച്ചാരാ? എന്റെ പേര് അജിത എന്നാണ്. ഞാൻ ദുബായിലാണ്. അപ്പം ദുബായിലാണ്. അവിടെ നമുക്ക് ബുക്സ്, നോട്ട് ബുക്സ് കിട്ടുമോ? നല്ല നോട്ട് ബുക്സ് കിട്ടും. അപ്പൊ നോട്ട്ബുക്കിൽ ചെയ്താൽ മതിയോ? അങ്ങനെ റെക്കോർഡ് കിട്ടാത്തവർ നല്ല കോളേജ് നോട്ട്ബുക്ക് വാങ്ങിച്ച് നല്ലപോലെ കവർ ചെയ്യുക. കാരണം നോട്ട്ബുക്ക് ആകുമ്പോൾ നമ്മൾ പേജസ് മറിക്കുമ്പോൾ ഈ പേജിന് നല്ല കട്ടിയാണ്. റെക്കോർഡിന്റെ പേജസിന് നല്ല കട്ടിയാണ്. റെക്കോർഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഡൗട്ട്സ് കഴിഞ്ഞ ആഴ്ച ഈ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു റെക്കോർഡ് ബുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ പറയും. അതിന്റെ ഡീറ്റെയിൽസ് പിന്നെ തരാം. ഇതിപ്പം പ്രയർ അല്ലേ വേണ്ടത് നമുക്ക്? മാം, ഞാനൊരു ഡൗട്ട് ചോദിച്ചോളൂ. അതെ, നമുക്ക് ഈ ക്ലാസ് ഇപ്പൊ +2 കഴിഞ്ഞവർക്കും ഡിഗ്രി കഴിഞ്ഞവർക്കും ഒരുമിച്ച് തന്നെയാണോ ക്ലാസ് വരുന്നത്? അതെ, ആദ്യത്തെ കുറെ സെഷൻ ഒരുമിച്ചാണ്. പിന്നെ PG ഡിപ്ലോമ എടുത്തവർക്ക് 2 ടോപ്പിക് കൂടുതലുണ്ട്. അപ്പൊ ആ സമയമാകുമ്പോൾ നിങ്ങൾക്ക് ചെറിയ മീൻസ് ഡിപ്ലോമ സ്റ്റുഡൻസിന് ചെറിയ ആക്ടിവിറ്റീസിലേക്ക് പോകും. 2 ടെക്സ്റ്റിന്റെ വ്യത്യാസമാണ്.
ഓക്കെ. ഹലോ മാം, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ആ അനശ്വരി. ആരാ? മാം അനശ്വരിയാണ്. ഒരു മിനിറ്റ്, അനശ്വര ഒന്ന് പറയൂ, എന്നിട്ട് അടുത്ത മാം നേരത്തെ ഇത് സാറ്റർഡേ സൺഡേ ഉണ്ടാവും എന്റെ ക്ലാസ്, അതെങ്ങനെയാ? നമുക്ക് മൺഡേ ടു ഫ്രൈഡേ അല്ലേ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നേ? ആണോ? ആഴ്ചയിൽ 5 ദിവസം. കാരണം നിങ്ങളുടെ ആക്ടിവിറ്റി നിറയുണ്ട്. അപ്പൊ 2 ദിവസം ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി. ഒന്ന് മ്യൂട്ട് ചെയ്യാമോ ഞാൻ പറയുമ്പോ? എങ്ങനെയാ ക്ലാസ് പറഞ്ഞിരിക്കുന്നത് എനിക്കറിയില്ല. എന്നോട് ഇന്ന് ജോയിൻ ആവാൻ പറഞ്ഞു. ഞാൻ സാറിനോട് ചോദിക്കാം. ആഴ്ചയിൽ 5 ദിവസമാണ് ക്ലാസ്. അത് മൺഡേ ടു ഫ്രൈഡേ ആണെന്നാണ് ഇനി ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ആണ്, എന്നോട് പറഞ്ഞിരിക്കുന്നത് മൺഡേ ടു ഫ്രൈഡേ ആണ്. മൺഡേ ടു ഫ്രൈഡേ ഓൾറെഡി അതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇനി ഇത് കൂടി എന്താ ടൈം വേസ്റ്റ് അല്ലേ? അതെ അതെ. ചോദിച്ചോട്ടെ, ഡിഗ്രി കഴിഞ്ഞവരുടെ എങ്ങനെയായിരിക്കും മാഡം? ഡിപ്ലോമ ഇത് പറഞ്ഞല്ലോ പ്ലസ് 2കാരുടെ, അപ്പൊ ഡിഗ്രി കഴിഞ്ഞവരുടെ എങ്ങനെയായിരിക്കും മാഡം? ഡിഗ്രി കഴിഞ്ഞവർക്ക് PG ഡിപ്ലോമ കോഴ്സാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ 2 ടെക്സ്റ്റ് കൂടുതലാണ്. 2 മോഡ്യൂൾസ് കൂടുതലായിരിക്കും. ഹലോ പറയൂ. മാം നമസ്കാരം. എൻ്റെ പേര് ജോളി എന്നാണ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മളിപ്പോ ക്ലാസ് ഇപ്പൊ മാം കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് ലാസ്റ്റ് ഒരു 20 മിനിറ്റ്സ് നമ്മൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഇപ്പൊ നമ്മളൊരു നല്ല ഫ്ലോയിൽ ആ കാര്യങ്ങൾ പറഞ്ഞു പോകുമായിരുന്നു. അപ്പൊ അതിനിടയ്ക്ക് നമ്മൾക്ക് വരുന്ന ഡൗട്ട് ഒന്നുകിൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാം. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഒരു 20 മിനിറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരം. അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് കണ്ടു തീരത്തില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഫ്ലോയിൽ പോകുമായിരുന്നല്ലോ. അതെ അതെ, ഷുവർ. ജോളി പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇനീഷ്യലി ഇത് ഉണ്ടാവുന്നത് കൊണ്ട് നമുക്ക് പറഞ്ഞത്. ഇനിയിപ്പം നമ്മള് നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് നമുക്ക് 6:30 അല്ലേ, 6:30ക്ക് കുറച്ച് മുമ്പ് ഞാൻ ജോയിൻ ആവും. നമ്മൾ 6:30 നോക്കും. എല്ലാരും വന്നിട്ടില്ലെങ്കിൽ 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യും. 2 മിനിറ്റ്സ് ആയിട്ടും ആരും ജോയിൻ ചെയ്യില്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു വിത്ത് പ്രേയർ സോങ്. അതിനുശേഷം നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ലാസ്റ്റ് ആർക്കൊക്കെ വോയിസ് ക്ലിയർ ആവുന്നില്ല? എല്ലാവർക്കും മാം ഒരു ഡൗട്ട് കൂടിയുണ്ട്. 10th പഠിച്ചവരുടെ കാര്യം കൂടി ഒന്ന് പറയോ? പ്ലസ് 2 ഒന്നും പഠിക്കാതെ 10th മാത്രം പാസ്സായിട്ടുള്ള. പ്ലസ് 2ഉം 10th കഴിഞ്ഞവർക്കാണ് ഡിപ്ലോമ കോഴ്സ് വരുന്നത്. ഏജ് ലിമിറ്റ് 45 ഏജ് അത് വിഷയമല്ലല്ലോ? അതൊന്നും പ്രശ്നമില്ല. നമ്മൾക്കിത് എന്റർപ്രണർ ആവാലോ. നമുക്ക് സ്വന്തമായിട്ട് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാം ഈ കോഴ്സ് കഴിഞ്ഞാൽ. ഏജ് ഇവിടെ ഒരു പ്രോബ്ലമേ അല്ല. മാം ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? മാം ഞാൻ ആക്ച്വലി MA ഇംഗ്ലീഷ് കഴിഞ്ഞതാണ്. അപ്പം എനിക്ക് വരുമ്പം എങ്ങനെ ഡിപ്ലോമ കോഴ്സ് ആയിട്ടാണോ വരിക? അതായത് ഈ PGT പോലെ അവിടെയാണോ വരിക? വിദ്യ PGT ആണോ ചൂസ് ചെയ്തേക്കുന്നേ? അതെ മാം, ഓപ്റ്റ് ചെയ്തത് PGT ആണ്. ഞാൻ MA ഇംഗ്ലീഷ് കഴിഞ്ഞതാ. ഓക്കെ, ഫൈൻ. നമുക്ക് PGT അപ്പൊ PGT തന്നെയായിരിക്കും. തുടക്കത്തിൽ നിങ്ങളുടെ എല്ലാവർക്കും കോമൺ സബ്ജക്റ്റ് ആണ്. ലാസ്റ്റ് സെഷൻ വരുമ്പോഴാണ് രണ്ടും രണ്ടായി മാറുന്നത്. ഞാൻ എടുക്കുന്ന സബ്ജക്ട് ഏതാന്ന് ഇവിടെ എല്ലാവരും ചോദിച്ചിരിക്കുന്നു. ഞാൻ മോണ്ടിസോറി PG കഴിഞ്ഞതാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാം എടുക്കാൻ പറ്റും. പക്ഷെ ഞങ്ങൾ 2 ടീച്ചേഴ്സ് ഉണ്ടാവും. കാരണം ഒരാള് എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ മെയിൻ ടോപ്പിക്സ് 4 ടോപ്പിക്സ് എല്ലാം ഞാൻ തന്നെയായിരിക്കും എടുക്കുന്നത്. അശ്വതി മിസ്സും ജോയിൻ ആവും ഏതെങ്കിലും സെഷനിൽ. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ടോട്ടൽ എത്ര പേപ്പേഴ്സ് ഉണ്ട് മാം? എത്ര സബ്ജക്ട്സ് ഞങ്ങൾക്ക് ടോട്ടൽ ഉള്ളത്? നിങ്ങൾക്ക് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാല് മോഡ്യൂൾ എടുത്ത് കണ്ടന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പറയാം. ഹലോ മാം. മോഡ്യൂൾ 1. മോഡ്യൂൾ 1 4 പാർട്ടായിട്ടാണ്. ഓരോ പാർട്ടിലും കുറെ യൂണിറ്റ്സ് ഉണ്ട്. പാർട്ട് 1 8 യൂണിറ്റ്സ് ആണ്. പാർട്ട് 2 10 യൂണിറ്റ്സ്. പാർട്ട് 3 10 യൂണിറ്റ്സ്. പാർട്ട് 4 10 യൂണിറ്റ്സ്. അങ്ങനെയാണ് മോഡ്യൂൾ 1 പോകുന്നത്. പിന്നെ മോഡ്യൂൾ 2, മോഡ്യൂൾ 3, then comes
മോഡ്യൂൾ 4ഉം മോഡ്യൂൾ 5ഉം PGDMTDക്കാണ് ഉള്ളത്. PGക്കാർക്കാണ് മോഡ്യൂൾ 4 മാത്രം കേട്ടോ. മോഡ്യൂൾ 5 ഇല്ല. മോഡ്യൂൾ 4ഉം മോഡ്യൂൾ 5ഉം PGDMTDക്കാണ് ഉള്ളത്. ഞങ്ങൾ പഠിച്ചപ്പോൾ ഞങ്ങൾക്കും 7 ടെക്സ്റ്റ് ആയിരുന്നു. ഡിപ്ലോമ സ്റ്റുഡൻസിന് 5 ടെക്സ്റ്റ്, 2 ടെക്സ്റ്റിന്റെ വ്യത്യാസം. ഇവിടെ മോഡ്യൂൾസിന്റെ വ്യത്യാസം 3 മോഡ്യൂൾസ് ഇവർക്ക് വരും. പക്ഷെ എന്നിരുന്നാലും കണ്ടന്റ് ഞാൻ ഡിപ്ലോമക്കാർക്കും കൊടുക്കും. ജസ്റ്റ് ഒന്ന് പറയും ഇതിന്റെ എന്തൊക്കെയാണ് PGക്കാർ അറ്റൻഡ് ചെയ്യുന്ന ആ 2 മോഡ്യൂൾസ് ഒരു ബ്രീഫിംഗ് എന്തായാലും ഞാൻ ഡിപ്ലോമക്കാർക്ക് കൊടുക്കാറുണ്ട്. റെക്കോർഡ് എപ്പോ വാങ്ങണം എന്നുള്ളത് എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ വാങ്ങിച്ചു വെച്ചോളൂ. 5 എണ്ണം എന്ന് എഴുതണം എന്നുള്ളവരായത് എല്ലാവർക്കും ഒന്ന് റെക്കോർഡ് ആയി കഴിയുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ലാണ്ട് ഒരാൾ ആദ്യം തുടങ്ങി അങ്ങനെയൊന്നുമല്ല. പിന്നെ ഒരു ഡൗട്ട് ചോട്ടെ മാഡം. യെസ് നിഷ. അത് നമ്മൾ റെക്കോർഡ് ബുക്ക് നമ്മൾ സ്വന്തമായിട്ട് മേടിക്കണോ? സ്വന്തമായിട്ട് മേടിക്കണം. അപ്പൊ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയല്ലേ? അതെ. അതപ്പോ നമ്മളിത് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഓൺലൈൻ വഴിയല്ലേ ക്ലാസ് എടുക്കുന്നേ? അപ്പൊ നമ്മളിപ്പോ അത് എവിടുന്ന് മേടിക്കും? റെക്കോർഡ് ബുക്ക് നമ്മൾ സാധാരണ നോട്ട്ബുക്ക് വാങ്ങുന്ന ബുക്ക് ഷോപ്പുകളൊക്കെ ഇല്ലേ, അവിടെ ചോദിച്ചാൽ കിട്ടും. അവിടെ കാണുമല്ലേ? ബുക്ക് സ്റ്റാളിലൊക്കെ അവൈലബിൾ ആണ്. 60 റുപ്പീസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഒരു കോളേജ് നോട്ട്ബുക്ക് വാങ്ങുമ്പോ തന്നെ 40 രൂപയൊക്കെ ആവില്ലേ? ഒരാളിവിടെ 8 മണി സമയമാക്കാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചു. 8 മണിയുടെ സമയമാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് നമ്പർ തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അതിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ കേട്ടോ. പിന്നെ PGക്കും ഡിപ്ലോമയ്ക്കും ഒരേ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. യെസ് പറഞ്ഞു. പറഞ്ഞു. മാം ഒരു ഡൗട്ട് ചോദിക്കട്ടെ? അതെ, ഈ നമുക്ക് ടിൽ 4th സ്റ്റാൻഡേർഡ് വരെ ക്ലാസ് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഡിപ്ലോമ കഴിഞ്ഞു. അപ്പോ നമുക്ക് അവര് BEd ചോദിക്കൂ? BEdന്റെ ആവശ്യമില്ല. ഇല്ല. CBSE സ്കൂളിൽ നമ്മൾ മോണ്ടിസോറി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ BEd ഒന്നും വേണ്ട. പോസ്റ്റ് സ്റ്റാൻഡേർഡ് പ്രിൻസിപ്പൽ ആയിട്ടുണ്ട് ഞങ്ങളുടെ ബാച്ചിലുള്ള ഒരു കുട്ടി. പോസ്റ്റ് സ്റ്റാൻഡേർഡ് വരെയുള്ള ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പൽ ആയി ഫസ്റ്റ് ഇയർ തന്നെ എക്സ്പീരിയൻസ് ഇല്ലാതെ. ഞാൻ ഓൾറെഡി സ്കൂളിൽ കയറാൻ പറ്റുമെന്ന് അറിയാൻ പറ്റില്ലായിരുന്നു. വിതൗട്ട് BEd അതിനാണ് ചോദിച്ചത്. കയറാനായിട്ട് പറ്റും. നമുക്ക് ഈ ഡൗട്ട്സ് എന്തായാലും ദിവസവും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാവും. നമുക്കിപ്പോ ഹാഫ് ആൻ അവർ പോയി. നമുക്ക് ഇത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റഡി മെറ്റീരിയൽസിന്റെ PDF നിങ്ങളുടെ ക്ലാസ് റൂമിലേക്ക് സെൻഡ് ചെയ്യും. നിങ്ങൾക്ക് അത് എടുക്കാം. പിന്നെ നമുക്ക് ബുക്സ് ആയിട്ടല്ല PDF ആയിട്ടാണ് അവൈലബിൾ. അതിന്റെ റിലേറ്റഡ് ബുക്സ് ഒക്കെ നിങ്ങൾ റെഫർ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഫസ്റ്റ് പ്രെയർ സോങ് പറയാം. ഒന്ന് മ്യൂട്ട് ചെയ്യാം കേട്ടോ. പ്രെയർ സോങ് പറയാമെന്ന് ഞാൻ പറഞ്ഞാൽ എനിക്ക് വലിയ ടോൺ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ 2 പ്രെയർ സോങ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഞാൻ ഇന്ന് വായിക്കാം. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെ പ്രെയർ സോങ് ചെയ്യാമെന്ന്. നാളെ ആരും റെഡി അല്ലെങ്കിൽ രണ്ടാമത്തൊന്ന് ഞാൻ ചെയ്യാം. 3rd ഡേ ഓൺവേർഡ്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വരണം എന്നാണ് എന്റെ ആഗ്രഹം. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് പ്രെയർ. ഒന്ന് മ്യൂട്ട് ചെയ്യണേ. When sun shines, feeling good, then sorrows will go away. When moon lights, feeling good, then calmness will fill in heart. When stars twinkle, feeling good, then smile comes on the face. When breeze blows, feeling good, then peace will come on mind. When flowers bloom, feeling good, then fragrance spread all over. When birds sing, feeling good, then sweetness will hear around. When lamp brights, feeling good, then shine comes on the face. When all together doing well, then happiness forever. ഇതായിരുന്നു ഞാൻ പഠിച്ച സമയത്ത് ഞങ്ങൾക്ക് ഈ ആക്ടിവിറ്റി പറഞ്ഞപ്പോൾ ക്രിയേറ്റ് ചെയ്തൊരു പ്രെയർ സോങ്. ഒരെണ്ണം കൂടി ഉണ്ട്. നാളെ
നിങ്ങൾ ആരും റെഡി അല്ലെങ്കിൽ ഞാൻ അതും കൂടെ നാളെ വായിക്കാം. അപ്പൊ ഈ പ്രയർ സോങ് നമ്മളുടെ ഒരു റെക്കോർഡ് ബുക്കിൽ എഴുതേണ്ടതാണ്. അതുകൊണ്ട് എല്ലാവരും കമ്പൽസറി ആയിട്ടൊരു, ഞങ്ങൾക്ക് 2 ആയിരുന്നു, ഞാൻ 2 പറയുന്നില്ല, 2 ചെയ്യാൻ റെഡി ആയിട്ടവര് 2 ലിറിക്സ് ഗ്രൂപ്പിൽ ഞാൻ നിങ്ങളുടെ ക്ലാസ് റൂമിൽ സെൻഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഞാൻ കൊടുത്തേക്കാം. എന്റെ ഇത് കോപ്പി ചെയ്തിട്ടോ ഇൻസ്പയർ ചെയ്തിട്ടോ എഴുതുന്നോണ്ടൊന്നും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ സെയിം ലൈൻസ് ഉപയോഗിക്കരുതേ ഉള്ളൂ. നിങ്ങളുടേതായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി വരാൻ വേണ്ടിയിട്ടാട്ടോ. ഒരു റെഫറൻസിന് ഞാനിത് അയച്ചേക്കാം, അതൊന്നും ഒരു പ്രോബ്ലം ഇല്ല. എന്റെ റെക്കോർഡ്സിലെ എല്ലാ മാറ്റേഴ്സും നിങ്ങൾക്കുള്ളതാണ്, അതൊന്നും ഞാൻ എല്ലാം ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് റെക്കോർഡിൽ എഴുതേണ്ടതാണ്. സോ എല്ലാവരും ട്രൈ ചെയ്യുക. ഇംഗ്ലീഷിൽ തന്നെ എഴുതണം, മിനിമം 6 ലൈൻസ്. ഓക്കെ, മനസ്സിലായല്ലോ? നമ്മൾ നമ്മുടെ മദർ നേച്ചർ നമുക്ക് തരുന്ന ബ്ലെസ്സിങ്സിനെ നമ്മൾ അതിന്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രയർ സോങ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നത്തിങ് റിലീജിയസ്. ഒരു ആസ് എ ടീച്ചർ എന്നല്ല, ഒരു ഫെസിലിറ്റേറ്റർ എന്ന രീതിയിൽ നമ്മളുടെ മുന്നിൽ വരുന്ന കുട്ടികളെല്ലാം യുണീക്ക് ആണ്. നമ്മൾ അവിടെ യാതൊരു റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളോ അതൊരു എന്താ പറയാ സെപ്പറേഷൻസോ പാർഷ്യാലിറ്റിയോ ഒന്നും നമ്മൾ കാണിക്കില്ല. ആ കാര്യം നമുക്ക് അറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഈ ജോബിന് റെഡി ആയിട്ട് വന്നിരിക്കുന്നത്. ഇറ്റ്സ് എ സർവീസ് ഓൾസോ. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിരുന്നു, ഡിപ്ലോമയും PGക്കും ഒരേ വാല്യൂ ആണെന്ന്. ഞാൻ പ്രിൻസിപ്പൾ ആയ കുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, അത് PG ആയിരുന്നു. അവിടെ തന്നെ ടീച്ചേഴ്സ് ആയിട്ട് ഡിപ്ലോമ കുട്ടികളും ഉണ്ടായിരുന്നു. ആ ഒരു ഡിഫറൻസ് എന്തായാലും വരുമല്ലോ. ഞാൻ ഏത് സബ്ജക്ട് എടുക്കുന്നതെന്നൊക്കെ ചോദിച്ചു. നമുക്കിവിടെ പ്രത്യേകം സബ്ജക്ട് എന്നല്ല, നമ്മൾ പഠിക്കുമ്പോൾ ഒരു മോണ്ടിസോറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികളുടെ ഒരു ഏജ്. ആ കുട്ടിയുടെ ഏജ് എന്ന് പറഞ്ഞാൽ അമ്മയുടെ വോമ്പില് ആ കുട്ടി ജന്മം എടുക്കുന്ന ആ ജീവന്റെ തുടിപ്പ് ഗർഭപാത്രത്തിൽ തുടങ്ങുന്ന സമയം തുടങ്ങി കുട്ടിയുടെ ഓരോ വളർച്ചയും നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മുമ്പിൽ 4 വയസ്സുള്ള കുട്ടിയായിരിക്കും വരുന്നത്, 6 വയസ്സുള്ള കുട്ടിയായിരിക്കും വരുന്നത്. പക്ഷേ അതിനു മുമ്പേ കുട്ടി ജനിക്കാൻ തുടങ്ങുമ്പോൾ അമ്മയും അച്ഛനും തമ്മിലുള്ള സ്നേഹം, ആ ടൈം തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ കോഴ്സ് അങ്ങനെയാണ് പോകുന്നത്. ചില പോർഷൻസ് അശ്വതി മിസ് ആയിരിക്കും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യുന്നത്, ചിലത് ഞാനായിരിക്കും. അപ്പൊ ഏത് ഭാഗത്താണെങ്കിലും ഡൗട്ട്സ് ഞങ്ങളുടെ 2 പേരോട് ചോദിക്കാം, അതിനൊന്നും പ്രശ്നമില്ല. പിന്നെ ഒരു ആക്ടിവിറ്റി, ഈ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ നെക്സ്റ്റ് ഡേയിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി ഒന്ന് പറഞ്ഞേക്കാം. ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് നമുക്കറിയാം, A തുടങ്ങി Z വരെ അല്ലെ. അതില് ഞാനിപ്പോ ആദ്യത്തെ 5 ലെറ്റേഴ്സ് A B C D E, ഈ 5 ലെറ്റർ വെച്ചിട്ട് ഓരോ ലെറ്ററിലും സ്റ്റാർട്ട് ചെയ്യുന്ന 25 വേർഡ്സ് നിങ്ങളൊരു നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ ഡയറിയോ എന്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ, പ്രോബ്ലം ഇല്ല. ഞാനത് ഈ മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടേക്കാം. ക്ലാസ് ഒന്ന് ജസ്റ്റ് യെസ്. ആരുടെയും മൈക്ക് ഓൺ ആണ് മാം. ആരുടെയും മൈക്ക് ഓൺ ആണ്, ഒന്ന് മ്യൂട്ട് ചെയ്യോ, ഒന്ന് ശ്രദ്ധിക്കണേ. എന്റെ വോയിസ് ഒട്ടും ക്ലിയർ അല്ല. പക്ഷെ കുറെ പേര് ക്ലിയർ ആകുന്നില്ല. എന്റെ പേര് പറയാൻ മറന്നു. എന്റെ പേര് ജിഷ. എന്റെ പ്രൊഫൈലിൽ കാണുന്ന പേര് എന്റെ പേര്. നെക്സ്റ്റ് വീക്കിൽ ഈ കട്ടാവുന്ന പ്രശ്നമൊക്കെ ഞാൻ ഒന്നുകൂടെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാം, അതൊന്നും പ്രോബ്ലം ഇല്ല. എല്ലാരും കൂടി സംസാരിച്ചിട്ട് മ്യൂട്ട് ആക്കാതെ വെക്കുമ്പോഴാണ് അതാണ്. പിന്നെ അതുമല്ല, നമ്മൾ പലരും പല നെറ്റ്വർക്ക് ഏരിയ എന്നായിരിക്കും. അപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തെ നെറ്റ്വർക്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകാം. എബൌട്ട് ABCD. ഓക്കെ, നമ്മുടെ ആൽഫബറ്റ്സ് ഉണ്ടല്ലോ, അതിലിപ്പോ എല്ലാ ലെറ്ററും സ്റ്റാർട്ട് ചെയ്യുന്നത് A ഫോർ നമുക്കറിയാം, ആപ്പിൾ, എയ്റോപ്ലെയിൻ, ആൻഡ് അല്ലെ, അങ്ങനെ കുറെ വേർഡ്സ് ഉണ്ട്. നിങ്ങൾ 25 വേർഡ്സ് ഓരോ ലെറ്റർ വെച്ച് ഉണ്ടാക്കണം. നിങ്ങളുടെ നോട്ട്ബുക്കിലോ ഡയറിയിലോ ലൂസ് പേപ്പേഴ്സിലാണ് എഴുതുന്നതെങ്കിൽ അത് നല്ല പോലെ ടൈറ്റ് ആയിട്ട് ഫയൽ ചെയ്ത് വെക്കണം. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം, ഞാനൊന്നും പറയില്ല. റെക്കോർഡ് എഴുതാൻ റെക്കോർഡ് തന്നെ ഞാൻ പ്രിഫർ ചെയ്യുന്നു. ഇങ്ങനെയുള്ള നോട്ട്സ് എഴുതാൻ ലൂസ് പേപ്പേഴ്സോ ഡയറിയോ നോട്ട്ബുക്സോ യൂസ് ചെയ്യാം. ഓരോ ലെറ്ററിനാണോ 25 വേർഡ്സ്? അതെ അതെ. A എന്നുള്ള ലെറ്റർ വെച്ച് 25 വേർഡ്സ്, B വെച്ചിട്ട് 25, C 25 വേർഡ്സ്, D 25 വേർഡ്സ്, E 25, F 25. അങ്ങനെ എത്രയാണ്? 5 ലെറ്റേഴ്സ് ആണ് ഞാൻ പറഞ്ഞതെങ്കിലും A തുടങ്ങി Z വരെയും ചെയ്യണം. ഇപ്പൊ നാളെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ, നാളത്തേക്ക് എന്ന് പറയുമ്പോൾ 5
5 ലെറ്ററേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ എല്ലാം Z വരെയുള്ള ചെയ്യണം. Yes, you have to keep notebooks. ഓരോ ഓക്കെ, A to Z വരെയുള്ള 5 വേർഡ്സ് നമ്മൾ എഴുതണം. നാളെ അതാണ് ഹോംവർക്ക് അല്ലേ? ഇംഗ്ലീഷ് കേട്ടോ. മാഡം A മുതൽ F വരെ ഉള്ളതാണോ? A മുതൽ F വരെയാണോ? A തുടങ്ങി Z വരെ എഴുതണം. നാളത്തേക്ക് ഞാൻ F വരെ, F5, നാളത്തെ 5 ഏതാ? ഈ വരെയല്ലേ? ഈ വരെ പറഞ്ഞിട്ടുള്ളൂ. അടുത്ത ദിവസം ആകുമ്പോ അടുത്ത 5. അങ്ങനെ 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 Z വരെയും തീർക്കണം. എങ്ങനെ മാം സബ്മിറ്റ് ചെയ്യുന്നേ? ഇത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട, കയ്യിൽ കീപ്പ് ചെയ്താൽ മതി. സബ്മിറ്റ് ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ഞാൻ പറയും. ഈ 25 വേർഡ്സ് മിനിമം ആട്ടോ. അതിൽ കൂടുതൽ കിട്ടുവാണെങ്കിൽ കൂടുതൽ എഴുതിക്കോ, അതൊന്നും പ്രശ്നമില്ല. മിനിമം 25 വേർഡ്സ്, മാക്സിമം എത്ര വേണമെങ്കിലും ആകാം. നിജ ഒന്ന് മ്യൂട്ട് ചെയ്യാം. രാജേശ്വരി ഒക്കെ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓരോ സബ്ജക്റ്റിന് നോട്ട്ബുക്ക് 25 വേർഡ്സ് ആണോ? 25 വേർഡ്സ് അത് മിനിമം ആണ്. മാക്സിമം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എഴുതാം. ഓരോ സബ്ജക്റ്റിനും സെപ്പറേറ്റ് നോട്ട്ബുക്ക് അങ്ങനെ വേണമെന്നില്ല. ഈ നമുക്ക് ഓരോ യൂണിറ്റിനും ഹെഡിങ് ഉണ്ടല്ലോ, നിങ്ങൾ ഒറ്റ നോട്ട്ബുക്കിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അത് എഴുതി പോയാൽ മതി. അത് തീരുമ്പോ അടുത്ത നോട്ട്ബുക്ക് അങ്ങനെ വാങ്ങിച്ചാൽ മതി. അല്ലാണ്ട് ഓരോന്നിനും സെപ്പറേറ്റ് ഒന്നും വാങ്ങിച്ചു വെക്കണ്ട. നമുക്കിത് തിമാറ്റിക് ലേണിംഗ് അല്ലേ, നമുക്കിത് എവിടെ എഴുതി വെച്ചാലും സൂക്ഷിക്കണമെന്നേ ഉള്ളൂ. ഓരോന്നിനും ആവശ്യമില്ല. ഒരു നോട്ട്ബുക്ക് വെക്കുക, അല്ലെങ്കിൽ ഇപ്പം അശ്വതി മിസ് ഉണ്ടെങ്കിൽ മിസ്സിന് വേറെ 2 നോട്ട്ബുക്ക് മാക്സിമം മതിയാകും. കാരണം ചിലപ്പോൾ ഞാൻ പകുതിക്ക് വെച്ച് എടുക്കുന്നു, അശ്വതി മിസ് വേറൊരു ചാപ്റ്റർ എടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് 2 കൂടി ലിങ്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 2 നോട്ട്ബുക്ക് ആയാൽ നന്നായിരിക്കും. അപ്പൊ നമ്മൾ ചാപ്റ്ററിലേക്ക് കടക്കുക. എത്ര സബ്ജക്ട്സ് എല്ലാം ശരിക്കും പറഞ്ഞ മോഡ്യൂൾസ് ആണ്. ഓരോ മോഡ്യൂളും അതിൽ തന്നെ ഓരോ പാർട്ട് ഉണ്ട്. അതിൽ തന്നെ കുറെ യൂണിറ്റ്സ് ഉണ്ട്. ഓരോരോ ടോപ്പിക്സ് ആണ് വരുന്നത്. ഒരു ഡൗട്ട്, അതിന്റെ മീനിങ് കൂടി എഴുതണ്ടേ? മീനിങ് വേർഡ്സിന്റെ ആണോ? മീനിങ് എഴുതുന്നത് ഇംഗ്ലീഷിലായാൽ വളരെ നല്ലതായിരിക്കും. പിന്നെ ചിലതിനൊന്നും മീനിങ് കിട്ടില്ലല്ലോ. ആപ്പിൾ, എയറോപ്ലെയിൻ, അതിനൊന്നും വലിയ മീനിങ് ഇല്ലല്ലോ. നിങ്ങൾക്ക് പ്ലേസിന്റെ അങ്ങനെയായാൽ അത്രയും നല്ലതായിരിക്കും. യെസ്, എന്തെങ്കിലും ഗെയിംസിന്റെ പേരോ പ്ലേസിന്റെ പേര്, ഒരു ആക്ടറുടെ പേരായി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര കാർട്ടൂൺ ക്യാരക്ടറിന്റെ പേരൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും. മാം ഈ ക്ലാസ് ഇങ്ങനെ എടുത്തുകൊടുക്കുന്ന സമയത്ത് എല്ലാവരും കൂടി ഇങ്ങനെ ഡൗട്ട് ചോദിക്കുമ്പോൾ ഭയങ്കരമായിട്ടൊരു ക്ലാസ്സിൽ അങ്ങ് മുന്നോട്ട് പോകുന്നില്ല. ലാസ്റ്റ് ടൈം ഒരു ഡൗട്ട് സെഷൻ ഒരു ടൈം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാല് നല്ലതായിരുന്നു. ഈ പറയുന്നതിന് നടുവിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഡൗട്ട് ചോദിക്കുന്നേരം ആ ഒരു ക്ലാസ് മുറിഞ്ഞു പോകുന്ന പോലെ തോന്നുന്നു. ഭയങ്കര ഡിസ്റ്റർബൻസ് ആവുന്നത് പോലെ. എനിക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. കാരണം ഇനി കുറച്ച് സമയമുള്ളൂ. കാരണം എനിക്ക് 7:30 തന്നെ സ്റ്റോപ്പ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ 8 മണിക്ക് എനിക്ക് അടുത്ത സെഷൻ ഉണ്ട്. അതുകൊണ്ടാണേ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. 6:32 തന്നെ സ്റ്റാർട്ട് ചെയ്ത് ലാസ്റ്റ് ഒരു 7:20 ഒക്കെ ആകുമ്പോൾ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് 7:20 എന്ന് വിചാരിക്കേണ്ട. ആ ടോപ്പിക് എവിടെ വരെ തീരുന്നു അവിടെ അങ്ങ് നിർത്തിയിട്ട് 7:20 തന്നെ മാക്സിമം. ബാക്കി 10 മിനിറ്റ്സ് നമുക്ക് ഡൗട്ട്സ്, അല്ലെങ്കിൽ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. സോ നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിലേക്ക് കടക്കുകയാണ്. അതിന്റെ പാർട്ട് 1 കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. പാർട്ട് 1 എന്താണ്, മോഡ്യൂൾ 1 എന്താണ്. മോഡ്യൂൾ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണ്ടിസോറി ടീച്ചർ എഡ്യൂക്കേഷൻ തിയറി എന്ന് പറഞ്ഞിട്ടാണ് മോഡ്യൂൾ 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതിലെ പാർട്ട് 1 ആണ്. പാർട്ട് 1ന്റെ ഹെഡിങ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ആണ്. നിങ്ങൾക്ക് സിലബസും ഓരോ യൂണിറ്റിന്റെ PDF-ഉം നിങ്ങളുടെ ക്ലാസ് റൂം എന്തോ ഒരു ചാനൽ ഉണ്ടല്ലോ അതിൽ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അത് എടുക്കാം. പാർട്ട് 1 ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. അതിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. ഓക്കെ, ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. ഓക്കെ, സോ കുറെയൊക്കെ അറിയാം ഇതിനെ പറ്റി അല്ലെ. എന്താ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരാള് അൺമ്യൂട്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് മ്യൂട്ട് ആയിരിക്കാൻ നോക്കുക. മാം ഒന്നുകൂടി പറയോ ഹെഡിങ്? മോഡ്യൂൾ 1 മോണ്ടിസോറി ടീച്ചർ എഡ്യൂക്കേഷൻ തിയറി. അതാണ് നമ്മളുടെ ഫസ്റ്റ് സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ടോപ്പിക്. മോണ്ടിസോറി ടീച്ചർ എഡ്യൂക്കേഷൻ തിയറി. അതിലെ ആ മോഡ്യൂൾ 1
നമുക്ക് 4 പാർട്സ് ഉണ്ട്. അതിലെ ഫസ്റ്റ് പാർട്ടാണ് പാർട്ട് 1 ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. പാർട്ട് 1 8 യൂണിറ്റ്സ് ഉണ്ട്. അതിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാം, യൂണിറ്റ് 1 മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. കുറേ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താണ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. നമുക്ക് 2 ടൈപ്പ് ആൾക്കാരുണ്ടല്ലേ, ഹെൽത്ത് ആയിട്ടുള്ള മനുഷ്യരും ഇല്ലായിട്ടുള്ളത്. ഇല്ലെന്ന് പറഞ്ഞാൽ അസുഖം വന്നവരും. സെറീന ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചിട്ട് മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു. ഹെൽത്തി ആയിട്ടുള്ള മനുഷ്യരും അതുപോലെ തന്നെ ഇല്ലായിട്ടുള്ളവരും. നിങ്ങളുടെ ഒരു ആക്ടിവിറ്റിയാണ് അത്. ഇപ്പൊ ചെയ്യണ്ട, ഞാൻ ജസ്റ്റ് ടോപ്പിക് കഴിയുമ്പോൾ മതി. രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ എഴുതുക എന്നുള്ള ഒരു ആക്ടിവിറ്റി. ആണോ? ചിലർക്ക് ക്ലിയർ ആണല്ലോ. അപ്പം കേൾക്കാൻ പറ്റാത്തവര് നിങ്ങളുടെ വീട്ടിലെ റേഞ്ച് നന്നായിട്ടുള്ള ഭാഗത്ത് എവിടെയെങ്കിലും പോയി ഒന്ന് ആദ്യമേ തന്നെ കംഫർട്ടബിൾ ആയിട്ടൊന്ന് ഇരിക്കണേ. വേറെ ഡിസ്റ്റർബൻസ് ഒന്നും വരാത്ത രീതിയിൽ ക്ലിയർ ആണെന്ന് മെസ്സേജ് വരുന്നു. ഇനി നമുക്കൊരു 1 വീക്ക് കൊണ്ട് നിങ്ങൾക്ക് അതിന്റെ ഐഡിയ കിട്ടും എവിടെയാണ് റേഞ്ച് വീട്ടിലുള്ളത്, അല്ലെങ്കിൽ എവിടെയാണോ ഇരിക്കുന്നത് അവിടെയുള്ള നിങ്ങൾക്ക് കിട്ടും. ഹെൽത്ത് എന്ന് പറഞ്ഞ ആരോഗ്യം എന്നൊരു മെസ്സേജ് ഞാൻ ഇവിടെ കണ്ടു. ഓക്കെ, വെരി ഗുഡ്. എന്താ ഫിറ്റ്നസ്? നല്ല ഫിറ്റ് ആണെന്ന് പറയണത്. അതിനെന്താ ആവശ്യം? ഫിസിക്കലി ഫിറ്റ് ആയിരിക്കാൻ എന്താ ആവശ്യം? ഹെൽത്തി ഫുഡ്, ഹെൽത്ത് ഉണ്ടാവാൻ ഹെൽത്തി ഫുഡ് കഴിക്കണം. ഫിസിക്കലി ഫിറ്റ് ന്യൂട്രീഷൻ, എക്സസൈസ് ചെയ്യണം. എക്സസൈസ് ചെയ്യണം. യെസ്, നല്ല വ്യായാമം. വാട്ട് ഈസ് വെൽനസ്? ഹൈജീൻ ഉണ്ടായിരിക്കണം, എന്നാലേ ആരോഗ്യം ഉണ്ടാവുള്ളൂ അല്ലെ. ഹൈജീൻ ആയിരിക്കണം. നല്ല എക്സസൈസ് ചെയ്താൽ നമ്മൾ നല്ല ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആയിരിക്കും. എക്സസൈസിന് പല മെത്തേഡ്സ് ഉണ്ട്. ഡാൻസ് ചെയ്യാം, യോഗ ചെയ്യാം, സൂംബ ചെയ്യാം, സൈക്ലിംഗ് ചെയ്യാം, നടക്കാൻ പോകാം. നമ്മൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എന്ത് എക്സസൈസും നമുക്ക് ചെയ്യാം അല്ലെ. മെസ്സേജ് ഇടുകയാണെങ്കിൽ നന്നായിരുന്നു. എല്ലാവരും ഇങ്ങനെ റിപ്ലൈ ചെയ്യുന്നതിലും മെസ്സേജ് ഇടുകയായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു ആഴ്ച കഴിയുമ്പോൾ നമ്മൾ അങ്ങ് ശരിക്കും അങ്ങോട്ട് എല്ലാവരും ഒന്ന് മേർജ് ആവും. നല്ല ഒരു ഗ്രൂപ്പായി മാറും. ഈ തുടക്കത്തിലുള്ള ഒരു ഇതാണേ. അപ്പൊ നമുക്കൊന്ന് കോപ്പറേറ്റ് ചെയ്യാം. ഇനി വെൽനസ് എന്താണ്? ഫിസിക്കലി ആൻഡ് മെന്റലി സ്ട്രോങ് ആയിരിക്കണം. യെസ്, കറക്റ്റ്. സ്മിത? Yeah, it's correct. ഞാൻ എക്സാമ്പിൾ പറയാം. ഞാൻ ഭക്ഷണം എല്ലാം നല്ലപോലെ കഴിച്ചു, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള എക്സസൈസ് ഒക്കെ ചെയ്ത് ഞാൻ ഫിസിക്കലി ഫിറ്റ് ആണ്. പക്ഷെ എന്റെ വീട്ടിലാണ്, യെസ്, പോസിറ്റീവ് മൈൻഡ്, കറക്റ്റ്. എന്റെ വീട്ടിലാണെങ്കിൽ എന്നും വഴക്കും പ്രശ്നങ്ങള്, ഒരു മനസ്സുഖവും ഇല്ല. ഞാൻ വെല്ലാണോ? സോ നമ്മള് വെൽനസ് ആയിരിക്കണമെങ്കിൽ നമുക്ക് അത്രയും ഹാപ്പി ലൈഫ് ആയിരിക്കണം അല്ലെ. നമ്മുടെ ഹെൽത്തും ആയിരിക്കണം, ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം, നമ്മള് ഹാപ്പി ആയിരിക്കണം. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നല്ല ജോലിയുണ്ട്, ഞാൻ ഹെൽത്തിയാണ്, എക്സസൈസ് ചെയ്യാൻ കറക്റ്റ് ചെയ്യുന്നു, ഫിസിക്കലി ഫിറ്റ് ആണ്, ഞാൻ വർക്ക് ചെയ്യുന്ന, എനിക്ക് നല്ല ഇൻകം ഉണ്ട്, നല്ല ജോലി ചെയ്ത് നല്ല ശമ്പളമൊക്കെ കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും സ്ട്രെസ്സാണ്. ബോസിന്റെ അടുത്തുനിന്ന് വഴക്ക്, നമുക്കൊരു സമാധാനം ഇല്ല. നമ്മള് വെല്ലല്ല അല്ലെ. അപ്പൊ വെൽനസ് വരണമെങ്കിൽ ഇതെല്ലാം കൂടെ വരണം അല്ലെ. ഹെൽത്തി ആയിരിക്കണം, ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം, നമ്മൾ ഹാപ്പി ലൈഫ് ആയിട്ട് മുന്നോട്ട് പോകണം. നമ്മൾ മാത്രമല്ല, നമ്മുടെ ഫാമിലി, നമ്മുടെ സൊസൈറ്റി, നമ്മുടെ എൻവയോൺമെന്റ് എല്ലാം ഹാപ്പി ആയിരിക്കണം. സോ വെൽനസ്, ഇത് 3ഉം കണക്റ്റഡ് ആണ് അല്ലെ. 3ഉം കണക്റ്റഡ് ആണ്. അപ്പോ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. ഇത്രയും പേരുണ്ട്. യെസ്, ഇത്രയും പേരുണ്ട്. എനിക്ക് ഓരോരുത്തരെ കൊണ്ട് ഓരോ പാരഗ്രാഫ് വായിപ്പിക്കാൻ പറ്റില്ല. സോ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് പാരഗ്രാഫ് ഉണ്ടോ, ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസിന്റെ താഴെ ഒരു കൊച്ചു പാരഗ്രാഫ് ഉണ്ട്, ഒരു മെന്റലി ഒരു മെഡിറ്റേഷൻ പോലെ. അത് ആ പാരഗ്രാഫ് വായിക്കുക. അതിന്റെ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട്
ചിലർക്ക് ഇനി ഉറക്കം വായിക്കാനാണ് ഇഷ്ടമെങ്കിൽ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് വായിച്ചോളൂ. മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട്. കാണാൻ പറ്റുന്നില്ല? മാം കാണുന്നില്ലല്ലോ. ക്ലിയർ അല്ല. ആർക്കും കാണുന്നില്ല. ഒന്ന് സൂം ചെയ്ത് നിങ്ങളുടെ ഇതിലൊന്ന് സൂം ക്ലിയർ ചെയ്ത് ആവുന്നില്ല. ചെയ്താൽ മതി. ക്ലിയർ ഉണ്ടല്ലോ മാം. ആർക്ക് കാണാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? യെസ് മാം. ഇവിടെ സൂം ചെയ്തിട്ട് കുഴപ്പമില്ല. അത് നമ്മളുടെ ഒരാഴ്ച കൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ശരിയാവും. കാരണം നമ്മൾ ഓൺലൈൻ ക്ലാസ് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നതിന്റെ ഒന്ന് സൂം ചെയ്യാം. എല്ലാം പിൻ ചെയ്യാം എന്നിട്ട് സൂം ചെയ്യാം. നമ്മൾ സൂം ചെയ്ത് കിട്ടും അത്. അതെ അതെ. ലാസ്റ്റ് ഞാൻ സ്ക്രോൾ ചെയ്തോളാം. It is the duty of all the individuals to take care for. ചിലർക്ക് കാണുന്നില്ല എന്ന് പറഞ്ഞു. ആരെങ്കിലും ഒരാള് നല്ല പോലെ അതൊന്ന് വായിച്ചു കൊടുക്കാമോ? അത് ഞാൻ വായിക്കണം. It is the duty of all the individuals to take care for and maintain a happy and worthy human life. This can be made possible only by paying consideration to wellness. ശരി, വായിക്കാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് മോഡ്യൂൾ 1-ലെ പാർട്ട് 1-ലെ ഫസ്റ്റ് യൂണിറ്റ് മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. Health, physical fitness and wellness. It is the duty of all the individuals to care for and maintain a happy and worthy human life. അതായത് നമ്മൾ ഓരോരുത്തരുടെയും ഡ്യൂട്ടിയാണ് നമ്മളെ ഹാപ്പി ആക്കുക, നല്ല വർത്തി ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യാന്നുള്ളത്. This can be made possible only by paying consideration to wellness. That includes health and physical fitness. മൂന്നും തമ്മിലുള്ള കണക്ഷൻ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? വെൽനസ്, അത് ഹെൽത്തും ഫിസിക്കൽ ഫിറ്റ്നസും ഇൻക്ലൂഡഡ് ആണ് വെൽനസ് എന്ന് പറയുന്നത്. ഈ ഒരു യൂണിറ്റില് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനസ് ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഒന്ന് വിനീത മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, നിങ്ങളും വായിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് ഹെൽത്ത് ആണ്. ഈ 3 പോയിന്റ്സിലെ ഹെൽത്ത് നമ്മൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യുവാണ്. സ്മിത അറിയാതെ പ്രസന്റ് ചെയ്യുവാണോ? ഇത് നോട്ടിൽ എഴുതണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എക്സ്ട്രാ ചില പോയിന്റ്സ് ഞാൻ പറയും, അത് നിങ്ങൾ നോട്ടിലൊന്ന് എഴുതിയാൽ മതി. ഈ PDF നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് റൂമിൽ കിട്ടുമല്ലോ. നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇതിന്റെ PDF ഷെയർ ചെയ്യും. ഈ യൂണിറ്റ് 1 എന്നല്ല, എന്തെല്ലാം ചാപ്റ്റേഴ്സ് ഉണ്ടോ അതിന്റെ കംപ്ലീറ്റ് കണ്ടന്റും ഗ്രൂപ്പിൽ ഓരോ ക്ലാസ് വരുമ്പോൾ ഷെയർ ചെയ്തിരിക്കും. ഓക്കെ, നോട്ട്സ് നമ്മൾ ക്ലാസ്സിലെ ലെക്ചർ നോട്ട്സ് എഴുതില്ലേ? ടീച്ചർ പഠിപ്പിക്കുമ്പോൾ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ ലെക്ചർ നോട്ട്സ് എഴുതില്ലേ? അതുപോലെ നോട്ട്സ് നമ്മൾ എഴുതി വെക്കണം. എന്നിട്ട് നിങ്ങൾക്ക് കൂടുതൽ എവിടെയെങ്കിലും റെഫർ ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ അതിലേക്ക് ചേർക്കാം. ഇപ്പൊ പറയുന്ന സമയത്ത് തന്നെ ആരെങ്കിലും ഒക്കെ പോയിന്റ്സ് പറയും, അതെല്ലാം നോട്ട് ചെയ്ത് വെക്കണം. നോട്ട്സ് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതിനും പല ടെക്സ്റ്റ് ബുക്കാണ്. സോ അങ്ങനെ നോക്കുന്നതിനേക്കാൾ നല്ലത് ഈ ഓരോ കണ്ടന്റും നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ ഫിംഗർ ടിപ്സിനുണ്ടല്ലോ. ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ കിട്ടും. ഓക്കെ, ഫൈൻ. അപ്പൊ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രോഗമൊന്നും നമുക്ക് ഇല്ലാത്ത, നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ലൈഫ് എടുക്കുന്നതാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ആബ്സെൻസ് ഓഫ് ഡിസീസ് അല്ലെ, അസുഖമൊന്നും ഇല്ലാത്ത ഒരവസ്ഥ, നല്ല ഹാപ്പി ആയിട്ട് വെൽ ബീയിങ് ആയിട്ട് നമ്മൾ ജീവിക്കുന്നു, അസുഖങ്ങളൊന്നും വരാതെ. ഈ അസുഖമൊന്നും വരാത്ത അവസ്ഥ മാത്രമല്ല ഹെൽത്ത്, നമ്മളുടെ കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ, അതുപോലെ തന്നെ സോഷ്യൽ വെൽബീയിങ്. ഒരാൾ ഫിസിക്കലി ഒക്കെ ഫിറ്റ് ആണ്, പക്ഷെ മനസ്സിന് ഭയങ്കര ടെൻഷൻ ആണെങ്കിൽ അയാൾ ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ശരീരത്തിന്റെ മാത്രം ഹെൽത്ത് അല്ല, ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല, മെന്റൽ ഹെൽത്ത്. ഇനി ഫിസിക്കലി സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? നേരത്തെ ഒരു പ്രസന്റേഷൻ വന്നായിരുന്നു, പോയി കാണുന്നില്ല. ഇപ്പോഴോ കാണാമോ? ഇല്ല മാം, ഇല്ല, കാണുന്നില്ല. കാണുന്നില്ലല്ലോ. ഒന്നുകൂടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഷെയർ ചെയ്യാം. എനിക്ക് കാണുന്നുണ്ട് കേട്ടോ. അതെയോ? ഓക്കെ. അല്ല, ഇത് വേറെ ആരോ പ്രസന്റ് ചെയ്യാണല്ലോ. അതൊക്കെ ഒന്ന് നിർത്താമോ? ആഷിഖ്, ആരോ ആഷിഖ് എന്ന പേരിൽ കാണുന്നു. ഇപ്പൊ കാണുന്നുണ്ട് മാം. ഇത് നമ്മളുടെ 2-3 ദിവസത്തെ പ്രശ്നമാണ്. എല്ലാരും ഒന്ന് ക്ഷമിക്കുക. അത് കഴിയുമ്പോൾ നമ്മളെ ഓക്കെ ആവും 1 വീക്ക് കൊണ്ട്. ഓക്കെ. അപ്പോ ഡിസീസിന്റെ ആബ്സെൻസ് മാത്രമല്ല ഹെൽത്ത് എന്ന് പറയുന്നത്. നമ്മൾ ഫിസിക്കലി, മെന്റലി, സോഷ്യലി, അതായത് ചിലര് ഫിസിക്കലി മെന്റലി ഒക്കെ നല്ല ഹെൽത്തി ആയിരിക്കും, പക്ഷെ ആളുകളോട് പെരുമാറുന്നില്ല, സോഷ്യലൈസ് ചെയ്യുന്നില്ല. ആ സോഷ്യലൈസ് ചെയ്യുന്നതും ശരിയായ രീതിയിൽ സോഷ്യലൈസ് ചെയ്യുന്നതും ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. അതെന്ത് പറ്റി? കേൾക്കുന്നുണ്ട് മാം. അത് ചിലപ്പോ ഓരോ സ്ഥലത്ത് എന്തെങ്കിലും റേഞ്ച് നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. കേൾക്കുന്നില്ലെങ്കിൽ റെക്കോർഡ് ആയിട്ട് ക്ലാസ് വരുന്നുണ്ടല്ലോ, അപ്പൊ പിന്നീട് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേട്ടാ ക്ലാസ് കട്ട് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് പറയൂ. കാരണം എന്നെ കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും 203 പേർക്കും കേൾക്കാതെ വരും. പക്ഷെ 1-2 പേർക്ക് കേൾക്കുന്നില്ലെങ്കിൽ അത് നമ്മളുടെ സൈഡ്, അതായത് നമ്മുടെ വീട്ടിലെ ചില ഇടങ്ങളിലൊക്കെ റേഞ്ച് ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അപ്പൊ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലം മനസ്സിലാക്കി അവിടെ ഇരിക്കണം കേട്ടോ. അത് 2-3 ദിവസം കൊണ്ട് അത് മനസ്സിലാവും. ഓക്കെ, ഫൈൻ. സോ ഹെൽത്ത് എന്ന് പറയുന്നത് ശരീരത്തിന്റെയും മനസ്സിന്റെയും മാത്രം ഹെൽത്ത് അല്ല, നമ്മൾ സോഷ്യലൈസ് ചെയ്യുന്നതും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ആളുകളോട് സംസാരിക്കില്ല, മിണ്ടില്ല, നല്ല രീതിയിൽ പെരുമാറുന്നില്ല. സോ അയാളൊരു ഹെൽത്തി ആയിട്ടുള്ള ആളാന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് അവിടെ വരുന്നുണ്ട്. ഏതാണ്? ആബ്സെൻസ് ഓഫ് ഡിസീസ് അല്ല, ഫ്രീഡം ഫ്രം ഡിസീസ് മാത്രമല്ല, ഇൽനസ്, ഡിസീസ്, അതിൽ നിന്നുള്ള ഫ്രീഡം മാത്രമല്ല, നമ്മൾ പോസിറ്റീവ് ആയിട്ടായിരിക്കണം, പോസിറ്റീവ് മൈൻഡ് ആയിരിക്കണം. ഫിസിക്കലി, മെന്റലി, സോഷ്യലി എല്ലാം നമ്മൾ വെല്ലായിരിക്കണം. ദാറ്റ് ഇസ്, എന്നാലാണ് നമ്മൾ നല്ല ഹെൽത്ത് ഉള്ള ഒരാളാണെന്ന് പറയുന്നത്. നെക്സ്റ്റ് ഞാനൊന്ന് സ്ക്രോൾ ചെയ്യാം. നെക്സ്റ്റ് ഫിസിക്കൽ ഫിറ്റ്നസ്. കുറച്ചു പേർക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്, കുറച്ചു പേർക്ക് പറ്റുന്നില്ല. പറ്റുന്നുള്ളവരെ ഒന്ന് വായിച്ചോളൂ, അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വായിക്കും. ഫിസിക്കൽ Physical wellness is the ability to bring our daily task with vigor. Okay, alertness with okay, read. Physical wellness is the ability to bring out daily tasks with vigor, alertness, നല്ല energetic ആയിട്ട്, without undue weakness. It also means having ample energy to engage in leisure time activities and to handle the stress encountered emergency situation. Yes, ഫിസിക്കൽ അവിടെ വെൽനസ് അല്ല ശരിക്കും വേണ്ട, ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. ഫിസിക്കൽ ഫിറ്റ്നസ് ഈസ് ദ എബിലിറ്റി ടു ബ്രിങ് ഔട്ട് ഡെയിലി ടാസ്ക്. സോ നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയാലാണെങ്കിൽ നമ്മൾ ഡേ ടു ഡേ ചെയ്യുന്ന ജോലി, ഇപ്പൊ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ മെയിൻ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുക എന്നുള്ളതാണ്, അല്ലെ? പഠിക്കുക, പിന്നെ കളിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ ചെയ്യുന്ന ജോലി, അതിപ്പോ ഫാർമർ ആണെങ്കിൽ അങ്ങനെ, വെൽഡർ ആണെങ്കിൽ അങ്ങനെ, ഡോക്ടർ ആണെങ്കിൽ അങ്ങനെ, എഞ്ചിനീയർ ആണെങ്കിൽ അങ്ങനെ, ഡ്രൈവർ ആണെങ്കിൽ അങ്ങനെ, ഏത് ജോബാണോ ചെയ്യുന്നത് അവരുടെ ഡെയിലി ടാസ്ക് അവർക്ക് നല്ല എനർജറ്റിക് ആയിട്ട്, നല്ല വിഗർ ആയിട്ട്, നല്ല എനർജറ്റിക് ആയിട്ട്, നല്ല അലേർട്ട് ആയിട്ട്
വിത്തൗട്ട് എക്സസീവ് വീക്ക്നെസ്. അൺഡ്യൂ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ വളരെയധികം ക്ഷീണിക്കാത്ത രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റണം. അല്ലാണ്ട് 1 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അങ്ങ് ടയേർഡായി, ദാറ്റ് മീൻസ് അയാൾ അത്ര ഹെൽത്തി അല്ല അല്ലെ, അയാൾ അത്ര ഫിസിക്കലി ഫിറ്റ് അല്ല. അല്ലെങ്കിൽ 1 അവർ എന്താ പറയാ ഡ്രൈവ് ചെയ്യുന്ന എവിടെയെങ്കിലും സാധനങ്ങൾ എത്തിക്കേണ്ട ഒരു കൊറിയർ ബോയിയോ അല്ലെങ്കിൽ സ്വിഗ്ഗി സുമാറ്റോ അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ്. 1 മണിക്കൂർ അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ ഒരു സ്ഥലത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞപ്പോഴേ ടയേർഡായി. ദാറ്റ് മീൻസ് ഹി ഈസ് നോട്ട് ഫിസിക്കലി ഫിറ്റ്. അല്ലെങ്കിൽ ക്ലിയർ ആകാത്തതിന്റെ പ്രോബ്ലംസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നു. നമ്മൾ ഇരിക്കുന്ന ഭാഗത്തെ നെറ്റ്വർക്ക് ഇഷ്യൂവും കൂടെ ഒന്ന് ചെക്ക് ചെയ്യൂ കേട്ടോ. ബാക്കി ആരും പറയണില്ലല്ലോ മോളെ, ക്ലിയർ ആകുന്നുണ്ടെന്ന് മെസ്സേജ് വരുന്നുണ്ട്. പ്രശ്നം തോന്നുന്നുണ്ട്, ആള് പറയുന്നതിന് റോബോട്ടിക് ആയിട്ടാണ് കേൾക്കുന്നത്. ശരിയാ, അവിടെ എന്തോ നെറ്റ്വർക്ക് ലോ ആണെന്ന് തോന്നുന്നു. ഓക്കെ ഫൈൻ. സോ അത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഫിസിക്കൽ ഫിറ്റ്നസ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വെച്ചാൽ നമ്മൾക്ക് നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ, അതിപ്പോ സ്റ്റുഡന്റ് ആണെങ്കിലും ശരി, വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും ശരി, ടീച്ചർ ആണെങ്കിലും ശരി. ടീച്ചേഴ്സിന് ദിവസം ചിലപ്പോൾ 5 പീരീഡ്സ് ഉണ്ടാവുമായിരിക്കും. 5 പീരീഡും ചിലർ കണ്ടിട്ടില്ലേ വളരെ എനർജറ്റിക് ആയിട്ട് ജോലി ചെയ്യുന്നു. ചില ഡോക്ടേഴ്സ് അവർ ഇത്ര മണിക്കൂർ OP പേഷ്യൻസിനെ അറ്റൻഡ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് റൗണ്ട്സിന് പോകുന്നു, തിരിച്ചു വരുന്നു. നഴ്സുമാര് അവര് കണ്ടിന്യൂസ് പേഷ്യൻസിന്റെയും ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്തും അങ്ങനെ ഇങ്ങനെ പോകും. അപ്പൊ ആ ഒരു എനർജറ്റിക് ആണെങ്കിൽ നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. നമ്മൾ എക്സസീവ് ആയിട്ട് വീക്കായി പോകരുത്. നമുക്ക് ഇറ്റ് ഓൾസോ മീൻസ് ഹാവിങ് ആംപിൾ എനർജി, നല്ല എനർജി ഉണ്ടായിരിക്കണം. ലെഷർ ടൈം ആക്ടിവിറ്റീസ്, നമുക്ക് നമ്മുടെ വിനോദങ്ങളിൽ ഏർപ്പെടാനും പറ്റണം അല്ലെ. നമ്മൾ TV കാണുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പാട്ട് കേൾക്കുന്നു, പാട്ടിനൊപ്പം ഡാൻസ് ചെയ്യുന്നു, അങ്ങനെ എന്താ ഹോബീസ് ലൈക്ക് ഗാർഡനിങ് ചെയ്യുന്നു, ബുക്സ് വായിക്കുന്നു, സിനിമയ്ക്ക് പോകും, ഷോപ്പിങ്ങിന് പോകും. അങ്ങനെ നമ്മുടെ എന്ത് ലെഷർ ടൈം ആക്ടിവിറ്റീസും ചെയ്യാനുള്ള എനർജി നമുക്കുണ്ടാണ്. ജോലി കഴിഞ്ഞു വന്ന് ചിലരൊക്കെ അങ്ങനെ ഓടി ഓടി പോകുന്നതാണല്ലോ. പിന്നെ നമ്മൾക്ക് ഉണ്ടാകുന്ന സ്ട്രെസ് അത് മാനേജ് ചെയ്യാനും പറ്റണം. എന്നാലാണ് നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആണെന്ന് പറയുന്നത്. അപ്പൊ ഫിസിക്കലി ഫിറ്റ്നസിനകത്ത് മെന്റലി ഫിറ്റ്നസും വന്നു. ഓക്കെ, എമർജൻസി സിറ്റുവേഷൻ, പെട്ടെന്ന് നമ്മുടെ വീടുകളിൽ ഒരു ലോസ് സംഭവിച്ചു, ഒരാൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു, ഒരു സ്ട്രെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അത് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. ഇതെല്ലാമാണ് ഫിസിക്കലി ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ചെയ്യുന്ന ഡെയിലി ടാസ്ക് നമുക്ക് ക്ഷീണമൊന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റണം. അത് കൂടാതെ അതിനുശേഷം ലെഷർ ടൈം ആക്ടിവിറ്റീസ് നമുക്ക് വളരെ ഹാപ്പി ആയിട്ട് അതിനകത്ത് ഇൻവോൾവ് ആകാൻ പറ്റണം. അത് കൂടാതെ പെട്ടെന്നൊരു സിറ്റുവേഷനിൽ വരുന്ന സ്ട്രെസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം. നമ്മൾ തളരാതെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നമുക്ക് ചെയ്യാൻ പറ്റിയാലാണ് നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആണ്. അല്ലാണ്ട് 1 മണിക്കൂർ ജിമ്മിൽ ചെലവാക്കി ഞാൻ ഫിസിക്കലി ഫിറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 1 മണിക്കൂർ ഞാൻ എക്സസൈസ് ചെയ്തു, വർക്ക്ഔട്ട് ചെയ്തു, അല്ലെങ്കിൽ ഓടാൻ പോയി, നടക്കാൻ പോയി, അരയ്ക്കോ ഇരുന്ന് ഫോണിൽ ഓരോന്നൊക്കെ ചെയ്യും. അത് ഇനിയിപ്പോ നമുക്ക് വേണ്ട, നമുക്ക് ടൈം കഴിഞ്ഞു. സോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഹെൽത്തും ഫിസിക്കൽ ഫിറ്റ്നസും നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അത് ഇനിയും പറയാനുണ്ട്, നമുക്ക് തമ്മിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. നെക്സ്റ്റ് വെൽനസ്സും നമുക്ക് പറയാനുണ്ട്. അപ്പൊ ആക്ടിവിറ്റി ഓർമ്മയുണ്ടല്ലോ, ആദ്യത്തെ ആൽഫബറ്റ്സിലെ ആദ്യത്തെ 5 ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് എഴുതണം. വീട്ടില് കുട്ടികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരൊക്കെയാണോ വീട്ടിലുള്ളത് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ അത് ചെയ്യുമല്ലോ. നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. 7:30 കഴിഞ്ഞു. പിന്നെ ഡൗട്ട്സ് ഉള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരിക. അതാവുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. ഇന്നത്തെ ക്ലാസ് നാളെ കാണുള്ളൂ മാം, അതോ ഇത് കഴിയുമ്പോ തന്നെ? നമ്മുടെ ഓഫീസ് ക്ലോസ് ചെയ്തല്ലോ, 4:30-5 മണിയാകുമ്പോ ക്ലോസ് ചെയ്യും. നെക്സ്റ്റ് ഡേ അവർ വരുമ്പോഴാണ് റെക്കോർഡ് ഇട്ടുള്ളൂ. ഓക്കെ, നമ്പർ ഷെയർ ചെയ്യോ? ഞാൻ നാളെ ഷെയർ ചെയ്താൽ മതിയോ? ലീവ് ആകും. ഞാൻ നാളെ ക്ലാസ് തുടങ്ങുമ്പോ തന്നെ ഈ ക്ലാസ് റൂമിൽ വിടുന്ന PDF നമ്മൾ നോട്ടിൽ എഴുതണ്ടേ? നോട്ടിൽ എഴുതാൻ സമയം കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമ്മൾ 1 ടൈം എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മൾ 1 ടൈം റീഡ് ചെയ്യുന്നതിന് തുല്യ. മനസ്സിലായി? നമ്മുടെ കയ്യിൽ നോട്ട് ഉണ്ടാവുകയും ചെയ്യും, നമ്മൾ ഒരു പ്രാവശ്യം വായിച്ചതിന് തുല്യമായിരിക്കും. പിന്നെ വേർഡ്സിന്റെ മീനിങ് താല്പര്യമുള്ളവർക്ക് എഴുതാം. എല്ലാത്തിനും മീനിങ് കിട്ടില്ല. എറോപ്ലെയിൻ, ആപ്പിളിനൊന്നും മീനിങ് ഒന്നും വരികയല്ലോ. അതുകൊണ്ട് ഭയങ്കര കട്ടി കേടൊന്നും വേണ്ട. ആരും ഇവിടെ പറഞ്ഞ പോലെ നല്ലൊരു സജഷൻ ആയിരുന്നു. കുട്ടികൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള വേർഡ്സ് ആയാൽ വളരെ നന്നായിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു 10 to 20 വേർഡ് എങ്കിലും.
മിനിമം ആണ് ഞാൻ 25 പറഞ്ഞത്. അത് നിങ്ങൾക്ക് മാക്സിമം എത്ര വേണമെങ്കിലും എഴുതാട്ടോ. നമ്മളുടെ വൊക്കാബുലറി കൂടി ഇമ്പ്രൂവ് ചെയ്യണം. ചില വേർഡ്സ് കുട്ടികളിലേക്കും പോകാൻ പറ്റുന്ന മുഴുവനും കുട്ടികൾക്ക് പറ്റുന്നതാവണമെന്നില്ല, കാരണം ചിലപ്പോൾ അത് അത്രയും കിട്ടില്ലായിരിക്കും. ഓക്കെ, then bye. Okay, ma'am. Bye. Thank you. Thank you, ma'am. Thank you, ma'am. മാം ഇത് എവിടെയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ഒന്ന് പറയാമോ? സബ്മിറ്റ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് മാം നാളെ സെയിം ടൈം ആണോ? 6:30 7:30 ആണ് നിങ്ങളുടെ ബാച്ച്. ടൈമിൽ എന്തെങ്കിലും ഇത് വേണമെങ്കിൽ നിങ്ങൾ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ നിങ്ങളുടെ ഡീറ്റെയിൽസ് എന്തൊക്കെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി നമ്പർ എന്തോ തന്നിട്ടുണ്ടോ, ആ നമ്പറിൽ വിളിച്ചാൽ മതി. മാം ഈ വേർഡ്സ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഗ്രൂപ്പിലാണോ? വേർഡ്സ് എഴുതി കയ്യിൽ സൂക്ഷിക്കാം. സബ്മിഷൻ എങ്ങനെയാണെന്നുള്ളതിന്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് സാറ് ഷെയർ ചെയ്യും. ആ വീഡിയോ നോക്കി മനസ്സിലാക്കിയിട്ട് വേണം സബ്മിറ്റ് ചെയ്യാൻ. അത് ഞാൻ തരുന്ന എല്ലാ ആക്ടിവിറ്റീസും സബ്മിറ്റ് ചെയ്യേണ്ട. ചിലത് മാത്രമേ സബ്മിറ്റ് കമ്പൽസറി സബ്മിഷൻ ഉള്ളൂ. ചിലതൊന്നും സബ്മിറ്റ് ചെയ്യേണ്ടത് കയ്യിൽ സൂക്ഷിക്കാനാണ്. സെറീന ക്ലിയർ ആയില്ല. താങ്ക് യു മാം. റെക്കോർഡ് ബുക്കിലാണോ ഹോംവർക്ക് എഴുതേണ്ടത്? റെക്കോർഡ് ബുക്കിൽ എഴുതേണ്ടത് മാത്രമാണ്. അല്ലാത്തതെല്ലാം നിങ്ങൾക്ക് നോട്ട് ബുക്കിലോ ഡയറി ഉണ്ടെങ്കിൽ ഡയറിയിലോ പിന്നെ ലൂസ് പേപ്പേഴ്സിൽ എഴുതി ഫയൽ ചെയ്തും സൂക്ഷിക്കാം. മാം റെക്കോർഡ് ബുക്ക് എങ്ങനെ തയ്യാറാക്കേണ്ടത്? അത് ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു വീക്ക് അങ്ങ് കഴിയട്ടെ. അത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ഐഡിയ വരും. അപ്പൊ ഞാൻ നെക്സ്റ്റ് വീക്കിൽ ചെയ്യേണ്ട രീതികളെല്ലാം ഫുൾ ക്ലാസ്സിലും പറയും, ക്ലാസ് റൂമിൽ അതിന്റെ ഡീറ്റെയിൽസ് ഇടുകയും ചെയ്യും. ഓക്കെ ഓക്കെ. മാം റൂൾഡ് അൺറൂൾഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് നിങ്ങളുടെ ഇഷ്ടം, ഒരു പ്രോബ്ലം ഇല്ല. റൂൾഡ് ആയാലും അൺറൂൾഡ് ആയാലും ഏതായാലും മതി. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Okay, ma'am. Thank you, ma'am. Thank you, madam. Thank you, ma'am. Okay, bye. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. മാം എത്രയും 20 or 25 വേർഡ്സ് അങ്ങനെയാണോ? അതെ അതെ. A4 അത് വരണം, B4 അങ്ങനെ, C4. ഓക്കെ മാം. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you.